തുടങ്ങുക. കാരണം ഏതൊരു അറിവ് നേടണമെങ്കിൽ ആദ്യമായി നമുക്ക് വേണ്ടുന്നത് ദൈവഭക്തിയാണ്. ഫിയർ ഓഫ് ഗോഡ്, യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. ഫിയർ ഓഫ് ഗോഡ് ഈസ് ബിഗിനിങ് ഓഫ് വിസ്ഡം എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ അറിവ് ലഭിക്കണമെങ്കിൽ നമുക്ക് ആദ്യമായി വേണ്ടുന്നത് എന്താണ്? ദൈവ ഭക്തിയാണ്, അല്ലേ? ദൈവത്തോടുള്ള ഭയം, സ്നേഹം, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി വേണ്ടുന്നത്. അപ്പൊ നിങ്ങളെല്ലാ ആളുകളും അക്കാര്യത്തിൽ ഒന്നാമതാണ് ഞായറാഴ്ച ട്യൂഷന് പോകാതെ ദൈവത്തോടുള്ള ആ ഭക്തിയെ മുറുകെ പിടിച്ച് നമ്മൾ പള്ളിയിൽ വന്നതുകൊണ്ട്, ആരാധനയ്ക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവ് ഉണ്ടാകും എന്നാണ് എന്റെ ധാരണ. ഈ അറിവ് അളക്കുന്നത് പല രീതിയിലാണ്. നമ്മുടെയൊക്കെ അളവ് അളന്നിട്ട് നമ്മുടെ ഓർമ്മയെ പരീക്ഷിച്ച് ഓർമ്മശക്തി കൂടി ഉണ്ടോ, ബുദ്ധി മാത്രമല്ല, എന്തുകൂടെ വേണം, ഓർമ്മശക്തി കൂടി ഉണ്ടോ എന്ന് അളക്കുന്നൊരു പരിപാടിയാണ് എക്സാം, ഇല്ലേ? അപ്പൊ ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്കും നല്ല മാർക്ക് കിട്ടണമെന്നില്ല. ബുദ്ധിയോടുകൂടി ഓർമ്മയിൽ ആ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഓരോ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം എങ്ങനെ എഴുതാൻ പറ്റും, എങ്ങനെ എഴുതും, അതനുസരിച്ചാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ലഭിക്കുക, മാർക്ക് ലഭിക്കുക. ഈ എല്ലാവരും വിദ്യാർത്ഥികളാണ്, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനും ഞാനും ഇരിക്കുന്ന അധ്യാപകരും ഒക്കെ വിദ്യാർത്ഥികളാണ്. ആരാണ് വിദ്യാർത്ഥി എന്ന് പറയുക? നമ്മൾ ആസ്ക് എന്ന് വാക്ക് കേട്ടിട്ടില്ലേ? എന്താണ് ആസ്ക് എന്ന് വെച്ചാൽ ചോദിക്കുക, അന്വേഷിക്കുക എന്നൊക്കെയാണ്. സത്യത്തിൽ ആസ്ക് എന്ന് പറയുമ്പോൾ അത് മറ്റൊരു അർത്ഥമുണ്ട്. ഓൾവേസ് സീക്ക് നോളജ് എന്നുള്ളതാണ്. എന്താ? ഓൾവേസ് സീക്ക് നോളജ്. അന്വേഷണവും കണ്ടെത്തലും ഒക്കെ അറിവിലാകുമ്പോൾ ആരാണെങ്കിലും ആ ആളൊരു സ്റ്റുഡന്റ് ആണ്, ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ എല്ലാ ആളുകളും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ എല്ലാവരും വിദ്യാർത്ഥിയാണ്. എല്ലാവരും ഈ അറിവുകൾ പൂർണ്ണമായും ആർജിച്ചെടുത്തിട്ടുള്ളവരുമല്ല. എന്റെ ഈ ക്ലാസ്സിൽ എന്റെ 2-3 സുഹൃത്തുക്കളായ വിദ്യാർത്ഥികൾ ഇരിപ്പുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയി ക്ലാസ് ഒക്കെ എടുത്ത് ഇപ്പോൾ എന്നെ കണ്ടപ്പോഴും ഹലോ ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കാം. അപ്പൊ അവരുടെ ഓർമ്മശക്തി പരീക്ഷിക്കും. ഓക്കെ, അങ്ങനെ എഴുതി പോകാൻ പാടില്ല. ഓക്കെ, ശരി. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൂടി വന്ന എല്ലാവർക്കും വേണ്ടി ക്ലാപ്പ് ചെയ്താലോ? ഒരേ ഒരു തവണ ക്ലാപ്പ് ചെയ്യാമോ? ക്ലാപ്പ് ഒറ്റ തവണ, ഒറ്റ ശബ്ദം കേൾക്കാം. ക്ലാപ്പ്, എല്ലാവരും ക്ലാപ്പ് ചെയ്യണം. ക്ലാപ്പ്. ഓക്കെ, ഇപ്പൊ പല ആളുകളും ക്ലാപ്പ് ചെയ്യുന്നത് പല രീതിയിലാണ്, ഇല്ലേ? ചില ആളുകൾ കൈ നന്നായി സ്ട്രെച്ച് ചെയ്ത് ക്ലാപ്പ് ചെയ്തു, ചില ആളുകൾ ഒപ്പിച്ചതേ ഉള്ളൂ, ചില ആളുകൾ കുറച്ച് ബലപ്പെടുത്തു, ചില ആളുകൾ വലത് കൈ കൊണ്ട് ഇടത് കൈയിൽ അടിച്ചു, ചില ആളുകൾ ഇടത് കൈ കൊണ്ട് വലത് കൈയിൽ അടിച്ചു, ചില ആളുകൾ 2 കൈയിൽ തൂക്കി അടിച്ചു. പലതരത്തിലുള്ള കൈയ്യടിയാണ് നിങ്ങൾ ചിലപ്പോൾ കണ്ടത്. ആത്മാർത്ഥമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും മാക്സിമം ലെവലിൽ ഒറ്റ തവണ ക്ലാപ്പ് ചെയ്യാമോ? ക്ലാപ്പ്. ഓക്കെ, ഒറ്റ ശബ്ദം നമുക്ക് കേൾക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് റെഡി 1 2 3 പറയാം. ഓക്കെ, അങ്ങനെ റെഡി 1 2 3 പറയുമ്പോൾ നമുക്ക് ഒരു വിഷയം ക്ലാപ്പ് ചെയ്യണം. നിങ്ങൾക്ക് പറ്റാവുന്നതിന്റെ ഏറ്റവും മാക്സിമം പെർഫോമൻസ് ആയിരിക്കും ഇത്. ഇതിൽ കൂടുതൽ കയ്യടി ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്ന തരത്തിൽ ഒന്ന് ക്ലാപ്പ് ചെയ്യണം. റെഡി 1 2 3 ക്ലാപ്പ് ക്ലാപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലാപ്പിന്റെ പെർഫോമൻസ് ഏറ്റവും വലിയ ലെവൽ. ആണോ? എസ് ഉണ്ടോ? ഇതാണോ? ഇതിനപ്പുറം പറ്റില്ല, ഇതിനപ്പുറം ശബ്ദം ഉണ്ടാകില്ല. എനിക്കറിയാം ഇതിനപ്പുറം ശബ്ദം ഉണ്ടാകും. നമുക്ക് ജീവിതത്തിലാണെങ്കിലും എക്സാമിലാണെങ്കിലും ഏറ്റവും നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന ചില സ്റ്റെപ്പ് ഉണ്ട്. അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ക്ലാസ് കേട്ടതെന്ന് പറഞ്ഞ്. ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? അവർക്കറിയാം. അവർ പറയുകയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ 4 മിനിറ്റ് ഇവിടെ ഇരിക്കാമോ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാനിങ് ആണ്. എന്താണ് പ്ലാനിങ്? ജീവിതത്തിലാണെങ്കിലും എക്സാമിനുള്ള തയ്യാറെടുപ്പിലാണെങ്കിലും നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന ചില സ്റ്റെപ്പ്. അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പറയുകയാണ് പ്ലാനിങ്. എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പ് കഴിഞ്ഞു, അല്ലേ? അതിന്റെ പ്ലാനിങ് ആണ്. പ്ലാനിങ് കഴിഞ്ഞാൽ നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ പ്ലാനിങ് മാത്രം പോരാ, രണ്ടാമത് നമുക്ക് വേണം, എന്ത് വേണം? പ്രിപ്പറേഷൻ. എന്ത് വേണം? പ്രിപ്പയർ ചെയ്യണം. പ്ലാനിങ് മാത്രമുള്ള ആൾ നന്നായി പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കില്ല. പ്രിപ്പറേഷൻ എത്രമാത്രം നന്നായി നടത്തുന്നുവോ അപ്പോൾ മാത്രമേ നന്നായി പെർഫോം ചെയ്യാൻ പറ്റൂ.
നിങ്ങൾക്ക് പറ്റാവുന്നതിന് മാക്സിമം കൈയടിക്കാൻ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യം ഇരുന്ന് കുറച്ചുകൂടി നേരെ ഇരുന്ന് കുറച്ചുകൂടെ കൈയ്യൊക്കെ തലക്കി ഇല്ലേ, ഞാൻ റെഡി ആയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ആ 3 പറയുന്നതിന്റെ അവസാന ഭാഗം നിങ്ങൾ കൈയടിക്കാൻ തുടങ്ങി. ഒരു പ്രിപ്പറേഷൻ അറിയാതെ തന്നെ ഉണ്ടായി. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ നമ്മൾ ഇവിടെ വന്നു നോക്കൂ, ഇവിടെ പ്രൊജക്ടറുണ്ട്, ഇവിടെ ടേബിളുണ്ട്, മറ്റു സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു പ്രിപ്പറേഷനും ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇവിടെ വന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലാസ് എടുക്കാൻ കുറച്ചുകൂടെ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ആ വിഷമം ഇല്ലായിരുന്നു എന്താണ്, ഇവിടെ ഒരു പ്രിപ്പറേഷൻ നടന്നു എന്നുള്ളതാണ്. അപ്പൊ ലൈഫിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ പ്ലാനിങ് മാത്രം പോരാ, ആഗ്രഹം മാത്രം പോരാ. ഞാൻ IAS ആകുമെന്ന് ആഗ്രഹിച്ചിരുന്നാൽ IAS ആകില്ല. എന്ത് വേണം? പ്രിപ്പറേഷൻ വേണം. പ്രിപ്പറേഷൻ മാത്രം പോരാ, നമ്മൾ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ എത്രമാത്രം നന്നായി എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതനുസരിച്ചാണ് നിങ്ങളുടെ പെർഫോമൻസിന്റെ ലെവൽ വർദ്ധിക്കുക. നല്ല പ്രിപ്പറേഷൻ ഉണ്ട്, പക്ഷെ പ്രാക്ടീസ് ഇല്ല എങ്കിൽ എന്ത് പറ്റും? പ്രാക്ടീസ് ഇല്ല എങ്കിൽ പ്രിപ്പറേഷന്റെ പെർഫോമൻസിന്റെ ലെവൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നടക്കില്ല എന്നതാണ്. അപ്പൊ 3 സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ 3 സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. 1 പ്ലാനിങ്, 2 പ്രിപ്പയർ, 3 പ്രാക്ടീസ്. പ്രാക്ടീസ് ഇല്ലാതെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും, പറ്റാതിരിക്കുന്നില്ല, നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയം സംശയമായിരിക്കും. അപ്പൊ 3 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. അത് ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും, നിങ്ങളുടെ അധ്യാപകരാണെങ്കിലും, ഇവിടെ സൺഡേ സ്കൂൾ അധ്യാപകർ പുറകെ ഇരിപ്പുണ്ട്. നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ അവർ എന്ത് ചെയ്യുന്നറിയാമോ? അവർ വീട്ടിലിരുന്ന് പ്ലാനിങ്ങും പ്രിപ്പറേഷനും പ്രാക്ടീസും ഒക്കെ നടത്തിയാണ് നിങ്ങളിലേക്ക് വരിക. അങ്ങനെ അല്ലാത്ത ആളുകൾ സൺഡേ സ്കൂൾ അധ്യാപകരാണെങ്കിലും സ്കൂൾ അധ്യാപകരാണെങ്കിലും ഇനി ഏത് മേഖലയിലാണെങ്കിലും അവർ പെർഫോം ചെയ്യും, പക്ഷെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കില്ല. അപ്പോൾ ഈ പ്ലാനിങ്, പ്രിപ്പറേഷൻ, പ്രാക്ടീസ് മറന്നു പോകുന്നത്. ഇതിനോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താണെന്ന് അറിയാമോ? നമ്മളെല്ലാ ആളുകളും ഈശ്വര വിശ്വാസത്തിലാണ്, ദൈവവിശ്വാസത്തിലാണ്. അതുകൊണ്ട് ഇതിന്റെ മുമ്പിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പി ഉണ്ട്. ആ പി എന്തായിരിക്കും? പ്രയർ. വെരി ഗുഡ്, പ്രയർ. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് അറിയാമോ? പ്രയർ, പ്ലാനിങ്, പ്രിപ്പറേഷൻ, പ്രാക്ടീസ്, ദെൻ പെർഫോം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ പെർഫോം ലെവൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇപ്പോഴത്തെ പെർഫോം ലെവൽ എന്താണ്? ഒന്ന് ആലോചിച്ച് ആലോചിക്കുമ്പോൾ എന്താ ചെയ്യുക? ആലോചിക്കുമ്പോൾ നമ്മൾ താഴ്ക്കൊരു കൈ കൊടുക്കും. ഇതിനു വേണ്ടിയാണ്. ആലോചിക്കുമ്പോഴാണ് തലയ്ക്ക് ഭാരം കൂടുക. എല്ലാവരും അങ്ങനെയല്ലേ അല്ലേ? ആലോചിക്കുമ്പോൾ തലയ്ക്ക് ഭയങ്കരമായി വെയിറ്റ് കൊടുക്കും. അപ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കും. എങ്ങനെയാ സപ്പോർട്ട് കൊടുക്കുക? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു സപ്പോർട്ട് കൊടുക്കും. എല്ലാവരും സപ്പോർട്ട് കൊടുത്തേ, താടിക്ക് സപ്പോർട്ട് കൊടുത്തേ, എല്ലാവരും ആലോചിച്ച്. ആലോചിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ആലോചിക്കേണ്ടത് എക്സാമിന് വേണ്ടി തയ്യാറാകുന്ന നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പഠന നിലവാരം 3 കാറ്റഗറി ഞാൻ പറയാം. 3 കാറ്റഗറിയിൽ ഒന്നാമത്തെ കാറ്റഗറി ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ്. രണ്ടാമത്തെ കാറ്റഗറി വെരി ഗുഡ് ആണ്. അടുത്ത കാറ്റഗറി ബിലോ ആവറേജ് ആണ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ആളുകളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷെ ഔട്ട്സ്റ്റാൻഡിംഗ് ആളുകൾ ആരും കൈവക്കാറില്ല. അപ്പൊ ഞാൻ അടുത്തൊരു കാറ്റഗറിയിലേക്ക് പോവുകയാണ്. ആലോചിച്ചിരിക്കുന്ന നിങ്ങൾ ഇവിടെ കാണുന്നത് ഏത് കാറ്റഗറിയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കി. ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, വെരി ഗുഡ് ഉണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അൺസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതിലേതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് കാറ്റഗറി? നിങ്ങൾ ആലോചിക്കണ്ട. ഓക്കെ, ഭാരമൊക്കെ മാറിയില്ലേ? ഇനിയിപ്പോ ഭാരമാക്കാൻ അറിയാമോ? പുറകിലേക്ക് നിങ്ങളുടെ പേരൻസ് ആലോചിച്ചു തുടങ്ങിയേ. എന്റെ മോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരാൾ പോലും കൈ നോക്കിയിട്ടില്ല. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ആരുമില്ല, ഒരാളുമില്ല. പോട്ടെ, ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ നമ്മളൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആകണമെന്നാണ് നമ്മുടെ പേരൻസിന്റെ ആഗ്രഹം, നമ്മുടെ വൈദികരുടെ ആഗ്രഹം, എല്ലാവരുടെ ആഗ്രഹം നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആകണമെന്നാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് തൊട്ട് താഴെ ഞാൻ മറ്റൊരു കാറ്റഗറിയിൽ ആഡ് ചെയ്യാണ്. അത് എക്സലന്റ് എന്നുള്ളതാണ്. എന്താണ് എക്സലന്റ്? അപ്പൊ ഇത് നേരത്തെ നിങ്ങളുടെ പഠനത്തിൽ എക്സലന്റ് ആണ് എന്ന് ബോധമുള്ള ആളുകൾ ഒന്ന് കൈ നോക്കാമോ? ഓക്കെ, ഒരാൾ കൈ നോക്കി. ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന നോക്കി.
ഓക്കെ ഓക്കെ. ഞാൻ എവിടെ പോയാലും ഫുഡായി കുറച്ച് ക്യാഷ് ഒക്കെ കൊണ്ടുപോകും. ക്യാഷ് എന്താണെന്ന് അറിയാമോ? ക്ലാസ് എടുത്തിട്ട് ജ്യൂസ് കുടിക്കാനാണ്. ഓക്കെ, നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് തരാനല്ല. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ഫുഡായി കേട്ടാറുണ്ട്. അപ്പൊ ഒരു എക്സലന്റ് കാര്യം. ഓക്കെ, എന്നെ പോലെയാണ് വിഷുവിനാണ് ഓർമ്മ കുറച്ച്. ഓക്കെ, അപ്പൊ അവിടെ എക്സലന്റ് പോലെ അങ്ങോട്ട് പേര് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഒരാൾ പോലും ദിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൈയിടിക്കില്ലേ? ഒരു മുട്ടായ ഭയങ്കരമായിട്ട് ഇവര് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. എന്താ അറിയാമോ? ഔട്ട്സ്റ്റാൻഡിങ് ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എക്സലന്റ് ഒരു കുട്ടി ഉണ്ടായപ്പോൾ ആരും കൈയടിക്കാൻ പോലും തയ്യാറായില്ല. ദിയ കൈവക്കി. എക്സലന്റ് മറ്റാരെങ്കിലും തലച്ചോറ് കയറി എന്നെ ഘടിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, മറ്റാരെങ്കിലും എക്സലന്റ് ആരുമില്ല? വെരി ഗുഡ്. എല്ലാം വെരി ഗുഡ്. രണ്ടുപേര് പകുതി വെരി, പിന്നെ ഗുഡായില്ല, വെരി ഒരു അറിവുണ്ട്. ഓക്കെ, വെരി ഗുഡ് കൈമുക്കും. പിന്നെ എല്ലാവരും കൈമുക്കുന്ന ഒരു കാര്യം പറയാം. ആവറേജ് കാര്യം കൈമുക്കി. ബിലോ ആവറേജ് അൺസാറ്റിസ്ഫാക്ടറി, ഒരു പ്രതീക്ഷയുമില്ല. ഓക്കെ, തട്ടി മുട്ടി പോവുകയാണ്. അങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കണം. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 എന്നല്ല അർത്ഥം. നിങ്ങളാൽ കഴിയുന്നതിന്റെ ഏറ്റവും മാക്സിമം, അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ്. നമ്മൾ വിചാരിക്കും ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കളിയും സെഞ്ചുറി അടിക്കണമെന്നാണോ? അല്ല, നമ്മളാൽ കഴിയുന്നതിന് മാക്സിമം പെർഫോമൻസ് ആയിരിക്കണം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കാം, പക്ഷെ നിങ്ങൾ വിചാരിക്കുകയാണ് എന്റെ കഴിവിന്റെ മാക്സിമം ആണ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ആളുകൾ കൈവക്കുകയും. ഞാൻ നിങ്ങളുടെ മാർക്കിന്റെ നിലവാരമല്ല ചോദിക്കുന്നത്, നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാക്സിമം വർക്ക് ചെയ്യാൻ എത്ര പേർ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്, അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആകണമെങ്കിൽ നമുക്ക് വേണം ദൈവഭക്തി. ദൈവഭക്തിയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആകാം. അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് ആകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പഠനത്തിലാണ്. നമ്മുടെ പഠനത്തിൽ ഇവിടെ കാണുന്ന പടത്തിൽ നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരും അടില്ലേ, നമ്മളെ ഇങ്ങനെ വീട്ടിലിങ്ങനെ 2 കയ്യിലിങ്ങനെ ഊഞ്ഞാലാട്ടി അപ്പയമ്മ ആലോചിച്ച് വളർത്തിയ ഒരു കാലം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വന്നപ്പോൾ നമ്മുടെ LKG UKG ഇല്ലേ, പ്രൈമറിയിലും ഒക്കെ നമ്മളെ കൊണ്ടുവന്നാക്കിയ ഒരു കാലം. അപ്പൊ നമ്മൾ ടാറ്റ പറഞ്ഞ് ഇപ്പോഴും സ്കൂളിൽ പോകാൻ മടിയുള്ള ആളുകളുണ്ട് അല്ലേ? അന്ന് കരഞ്ഞ കരച്ചിലാണ്, ഇപ്പോഴും ആ കരച്ചിൽ തീർന്നിട്ടില്ല ഇല്ലേ? അപ്പൊ നമ്മളെ അങ്ങനെ പഠനത്തിന് വേണ്ടി സ്കൂളുകളിലേക്ക് അവർ വിടുന്നു. ഓക്കെ, അവരൊരു പഠിക്കുന്ന സ്കൂളാണ്, എന്റെ സ്കൂളാണ് കേട്ടോ. ഓക്കെ, എന്റെ സ്കൂളാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുണ്ടോ കേട്ടോ? അത് ഞാനല്ല, അതിന് മുമ്പിൽ ഒരാളുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആർക്കാ സ്വപ്നം? പേരൻസ് ഇപ്പോഴും നമ്മളെ പറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പേരൻസിന്റെ സ്വപ്നത്തെ പറ്റി നമ്മൾ സ്വപ്നം കാണുന്നതേ ഇല്ല എന്നുള്ളതാണ്. അവ സ്കൂളിലേക്ക് പോകുമ്പോൾ വലിയ സ്വപ്നങ്ങളാണ്, മഴകളിൽ നിറങ്ങളുള്ള സ്വപ്നങ്ങളുമായി പുറകിൽ പേരൻസും മുന്നിൽ അധ്യാപകരും, നടുക്ക് നമ്മൾ പെട്ടു, നമ്മളിങ്ങനെ നടുക്ക്. അപ്പൊ ഈ സ്വപ്നങ്ങളൊക്കെ പൂവടിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായി ചെയ്യേണ്ടത് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് തിരിച്ചറിയണം. എക്സാമിന് നിങ്ങൾ തയ്യാറാകുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടാകാം. ഒരുപാട് പഠിക്കാനുള്ള ആളുകൾ അതിൽ ഓരോ ദിവസവും, ഇനി എക്സാമിന് വേണ്ടി എനിക്ക് 15 ദിവസം, ഇനി എക്സാമിന് വേണ്ടി എനിക്ക് 24 മണിക്കൂർ, എത്ര സമയമാണെങ്കിലും ഒന്നാമതായി നിങ്ങളുടെ പ്ലാനിങ്ങിൽ എന്ത് പഠിക്കണം എന്നുള്ള പ്ലാനിങ് ആണ്. 2, എങ്ങനെ പഠിക്കണമെന്ന് അറിയണം. ചില ആളുകളുണ്ട് എക്സാമിന് വീട്ടിൽ പേരൻസ് എപ്പോഴും ചോദിക്കുന്ന, എപ്പോഴും നമ്മളോട് കമാൻഡ് ചെയ്യുന്ന ഒരു വേർഡാണ് എന്ത്? പഠിക്ക് 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 പഠിക്ക്. നമ്മളിത് കേട്ട് മടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കുന്ന നിരന്തരം പറയുമ്പോൾ നമ്മളൊരു പുസ്തകം എടുത്തുകൊണ്ട് പഠിക്കാനെന്ന വ്യാജാനം പോകും. പക്ഷെ നമുക്കറിയില്ല എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എക്സാമിന് തയ്യാറാകുമ്പോൾ നിങ്ങൾ നല്ലൊരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആകണമെങ്കിൽ ഒരു സ്മാർട്ട് സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. എന്ത് സ്റ്റഡിയാണ്? സ്മാർട്ട് സ്റ്റഡി. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യും അല്ലേ? ആഴയൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ച് ഇങ്ങനെ പഠിക്കുന്നവരുണ്ട്. കാലൊക്കെ ഇങ്ങനെ വലിയ ബേസിനകത്ത് വെള്ളത്തിൽ ചതുരത്തിട്ട് പഠിക്കുന്നവരുണ്ട്.
ഉറങ്ങാതിരിക്കാൻ വേണ്ടി. പിന്നെ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് പഠിക്കുന്നവരുണ്ട്, ഇതിനു വേണ്ടിയാണ്, കുറച്ചുകൂടി എനർജി ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ 20 മിനിറ്റ് പഠിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇന്റർവെല്ലിന് ആ സമയത്ത് പോയി ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എടുത്തു കഴിച്ച് അങ്ങനെ നിരന്തരമായി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. പക്ഷെ പഠനത്തിൽ നല്ല വിദ്യാർത്ഥികൾ, സ്മാർട്ടായിട്ടുള്ള വിദ്യാർത്ഥികൾ, ഔട്ട്സ്റ്റാൻഡിംഗ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്മാർട്ടായിട്ട് പഠിക്കും. സ്മാർട്ടായിട്ട് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അത് പറഞ്ഞാൽ അതിനകത്ത് അവസാനത്തെ 3 അക്ഷരങ്ങൾ വായിക്കാമോ? ART. എന്താ വായിക്കുക? ആ. എന്താണ്? ആ. ചില ആളുകൾ നമുക്ക് വലിയ ഭാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിസ്സാരമായി ചെയ്യും. നമ്മളപ്പോൾ എന്ത് ചെയ്യും? അവരെ നോക്കിയിരിക്കും. നമുക്കത് പറ്റുന്നില്ല. പക്ഷെ അവർ വളരെ നിസ്സാരമായ ചില കാര്യങ്ങൾ, ചില നമ്മുടെ സ്കൂളിൽ ചില കുട്ടികളിലാണ്, അവർ പഠിച്ചുകൊണ്ട് വന്ന് മണി 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 പോലെ പറയും, ഇല്ലേ? അപ്പൊ നമ്മൾ ഇതെങ്ങനെ സാധിക്കുന്നു, എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേണിംഗിന്റെ ഒരു ടെക്നിക്കാണ്. ഏതൊരു കാര്യവും ഇഷ്ടത്തോടെ ചെയ്താൽ അത് ഭംഗിയായി ചെയ്യും. ലേണിംഗ് ഒരു ആർട്ടാകണമെങ്കിൽ പഠനം ഒരു ഇഷ്ടമാകണം. പഠനം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് നേടാനുള്ളത് മാത്രമല്ല, പഠനത്തിൽ കൂടി നേടുന്ന അറിവാണ് എന്റെ പേഴ്സണാലിറ്റി നിശ്ചയിക്കാൻ പോകുന്നതെന്ന് ബോധ്യമുണ്ടാകണം. ഓക്കെ, 1ാം ക്ലാസ്സിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, എവിടെ സ്റ്റോർ ചെയ്തു? ബ്രെയിനിൽ സ്റ്റോർ ചെയ്തു. നിങ്ങൾ 10ാകുമ്പോഴും പഠിച്ച കാര്യങ്ങൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ബ്രെയിനിൽ. അപ്പോൾ ഈ ബ്രെയിനിൽ ഭാരം കൂടി കൂടി വരുമോ? 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ തലയിൽ ചേർത്തു, അപ്പൊ തലയിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ 1/2 കിലോ സാധനം വെച്ച് വിചാരിക്കാം. 10ാം ക്ലാസ്സിലായിട്ട് 10 kg ആയി. പക്ഷെ ബ്രെയിനിൽ ഭാരം തോന്നും. അറിവ് ചുമന്നുകൊണ്ട് നടക്കാൻ ഭാരമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അറിവ് ചുമന്നുകൊണ്ട് നടക്കാൻ ഭാരമേ ഇല്ല. പക്ഷേ അറിവ് നേടുന്നത് എന്തോ വലിയ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയാൽ പഠനം ഒരു ഭാരമാകും. പഠനത്തെ നിങ്ങൾ ഇഷ്ടത്തോടെ സമീപിച്ചാൽ പഠനം ഒരു ആർട്ടാകും, ഒരു കലയാകും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ലേണിംഗ് ഒരു ആർട്ടാക്കുക? അത് 1ാമത്തെ അക്ഷരം എന്താണ്? യെസ്, സജീവല്ല. എന്റെ പേരെന്താ? എന്റെ പേരെന്താ? ആ അല്ല, എന്റെ പേരെന്താ? സജീവൻ. ഇതിനകത്ത് ലേണിംഗിൽ എസ് എന്ന് പറയുന്ന അക്ഷരം നമുക്ക് ഒരു അറിവുണ്ട്. അപ്പൊ അത് ഇവിടെ നമ്മൾ ഡാക്ടർ നമ്മൾ കണ്ടു, എന്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ എസ് എന്താന്ന് ഞാൻ പറയാൻ പോവുകയാണ്. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പഠിക്കണമെന്നുള്ള ബോധ്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ചേറെ ഫ്രൂട്ട്സ് ഉണ്ടെന്ന് വിചാരിച്ചാൽ മാത്രം മതി, നമ്മൾ നോക്കിയിരിക്കരുത്. ആപ്പിള്, ഓറഞ്ച്, ഗ്രേപ്പ് എല്ലാം ഉണ്ട്. അതിൽ ഏതാണ് എനിക്കിഷ്ടം, ഏതാണ് ഞാൻ എടുത്ത് കഴിക്കേണ്ടുന്നത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണ് എനിക്ക് ആപ്പിൾ മതി. അപ്പൊ യെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇന്ന കാര്യം പഠിക്കണം. അല്ലാതെ അവിടെ ബുക്കിൽ ഒരുപാടുണ്ട്, ഏതെങ്കിലും എടുത്ത് പഠിക്കുക എന്നുള്ളതല്ല. പരീക്ഷയ്ക്ക് ടൈമിലുണ്ട്, നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന അരമണിക്കൂർ കൊണ്ട് എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന പോർഷൻ ഇതാണ് എന്ന അറിവോടുകൂടി പഠിക്കുന്നതിനെയാണ് നമ്മൾ സ്പെസിഫിക് എന്ന് പറയുക. 2 എം ഫോർ മെഷറബിൾ. വെരി ഗുഡ്. ഇവിടെ പറഞ്ഞു എം ഫോർ മെഷറബിൾ. എത്രയും പഠിക്കണം. എന്താണ് എത്രയും പഠിക്കണം? നിങ്ങൾ പഠിക്കാതിരിക്കുന്നത് നിങ്ങൾ എക്സാമിന് വേണ്ടി തയ്യാറാകുമ്പോൾ എത്രമാത്രം പഠിക്കണമെന്നതിന് ധാരണ ഉണ്ടാകും. അതല്ലാതെ നമുക്ക് 1 മണിക്കൂർ സമയമുണ്ട്, എന്തെങ്കിലുമൊക്കെ പഠിച്ചു കളയാൻ എന്നല്ല, എത്രമാത്രം പഠിക്കണം, അതിനാണ് മെഷറബിൾ എന്ന് പറയുക. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്, നല്ല മനസ്സിലാണ്. ഓക്കെ, ഞാൻ ഇത്രയും നല്ല മനസ്സിൽ കണ്ടിട്ടേ ഇല്ല. ഓക്കെ, ഒരാളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ കാണിക്കുന്ന വലിയ മനസ്സിൽ നന്ദി. ശരി, അപ്പം കൊച്ചി ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആപ്പിൾ. പക്ഷെ ഇവിടെ ആപ്പിൾ അല്ല. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വലിയ കഴിവുകളാണുള്ളത്. ഈ കഴിവുകൾ ഉപയോഗിച്ചാൽ മാത്രമേ അത് ഫലവത്താകൂ. അതല്ല എന്നെ കൊണ്ട് പറ്റില്ല, അല്ലല്ലേ അമ്മാവ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ് പഠിക്കാതിരുന്നാൽ തലയിലേക്ക് കയറില്ല. നിങ്ങൾ അരമണിക്കൂർ കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന പോർഷൻ എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ അതിന് കേപ്പബിൾ ആണ് എന്ന വിചാരത്തോടെ പഠിച്ചാൽ ബ്രെയിൻ നിങ്ങളോടൊപ്പം വരും.
അതല്ലാതെ എപ്പോഴും നെഗറ്റീവായി അയ്യോ ഇതെപ്പോ പഠിച്ചു തീരും എന്റെ കർത്താവെ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചാൽ ബ്രെയിൻ നിങ്ങളോട് പറയും അവിടെ നിന്ന് അതല്ല അരമണിക്കൂർ കൊണ്ട് ഞാൻ ഇത് പഠിച്ച് കഴിയും എന്നങ്ങോട്ട് വിചാരിച്ച് ബ്രെയിനിനോട് ബൂസ്റ്റ് ചെയ്ത് പഠിച്ചാണല്ലോ നിങ്ങൾ അരമണിക്കൂറല്ല 25 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീരും. അപ്പൊ അറ്റൈനബിൾ എന്നെ കൊണ്ട് സാധിക്കുന്നതാണ് എന്നുള്ള വിചാരമാണ്. എന്താണ് പേരൻസിനോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ മുത്തച്ഛനും മുത്തച്ഛയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഉപദേശം ഞാൻ പറയാം. അവിടെ പേര് റിയ. അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കണം. റിയോട് മാത്രമല്ല അവിടെ വരുത്ത അലീന ദർശന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കണം. പക്ഷെ നമുക്ക് ഏറ്റവും പ്രയാസകരമായ സാധനം ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ സ്കൂളിൽ പോയി 10ാം ക്ലാസ് ആണ്, 9 ആണ്, 7 ആണ്, +1 ആണ്, +2 ആണ്. ആദ്യത്തെ ഒരാഴ്ച നമ്മൾ പക്ക ബുക്കൊക്കെ നോക്കിയാൽ മാർജിനൊക്കെ ഇട്ട് ഡേറ്റ് ഒക്കെ ഇട്ട് ടീച്ചറിന്റെ പേരും സ്ഥലം അഡ്രസ് എല്ലാം എഴുതി മറ്റൊരു ടീച്ചറിന്റെ ഫോൺ നമ്പറൊക്കെ ഇട്ട് നല്ല തേങ്ങ പൊതിച്ച് വെച്ചിരിക്കുന്ന പോലെ നല്ല അക്ഷരത്തിൽ വഴിവെച്ച അക്ഷരത്തിനോട് എല്ലാം എഴുതും. ഒരു കാര്യോട് ചെല്ലി ഭയങ്കര ദൈവവിശ്വാസികൾ ബോഡീസ് ലവ് എന്നൊക്കെ എഴുതിയാണ് നമ്മൾ ആദ്യത്തെ തുടങ്ങുക. ഒരാഴ്ച പക്ക എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം. ഒരു 2 മാസം കഴിയുമ്പോൾ ട്യൂഷൻ സാറ് അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ പറയും അലീന ഒഴുപ്പ് തുടങ്ങിയല്ലോ. അലീന ഉണ്ടോ? ഇല്ല. അലീന നിർദ്ദേശം കേട്ടോ. ഒഴുപ്പ് തുടങ്ങിയല്ലോ. ആദ്യത്തെ ടൈം എക്സാം കഴിയുമ്പോൾ ടീച്ചറിന്റെ ആദ്യത്തെ പരാതി ആദ്യത്തെ 2 മാസം ഒരു കുഴപ്പമില്ല, ഇപ്പൊ ഇച്ചിരി ഉഴപ്പാണ്. കാരണം നമ്മൾ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കുന്നില്ല എന്നതാണ്. ആർ ഫോർ റെലവന്റ് എന്നുള്ളതാണ്. ആർ ഫോർ എന്താണ്? റെലവൻസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. റെലവൻസ് സമയമില്ലാത്തത് വളരെ പെട്ടെന്ന് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ആക്ടിവിറ്റിയുടെ റൂൾ ഇതാണ്. നമ്മൾ 1 2 3 4 5 6 7 ഇങ്ങനെ കൗണ്ട് ചെയ്യും. ഇങ്ങനെ നമ്പർ എടുക്കുന്ന സമയത്ത് 7 വരുന്ന സമയത്ത് നിങ്ങൾ അപ്പ് എന്ന് പറയണം. എന്താ അപ്പ്? ആക്ടിവിറ്റിയുടെ പേര് 7 അപ്പ്. 7 ഉൾപ്പെടുന്ന ഏതെങ്കിലും നമ്പേഴ്സ് വന്നാലും അപ്പ് എന്ന് പറയുന്നത്. എന്താണ് അപ്പ്? അപ്പൊ ഏതൊക്കെയാണ് അപ്പ് പറയുന്നത്? 7 ഉൾപ്പെടുന്ന സംഖ്യകൾ. പിന്നെ ഈ 2 പറഞ്ഞല്ലേ. ഈ ഒരു കാര്യം കൂടെ ഇത് പറഞ്ഞ ഉടനെ ഞാൻ ഗെയിമിലേക്ക് അത് പോകും. 7 മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും അപ്പ് എന്ന് പറയണം. ക്ലാസ്സിലാണെങ്കിൽ ഇപ്പൊ 10 പറയണം. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്നവരാണെങ്കിൽ പെൺകുട്ടികൾ 35. ഓക്കെ, അപ്പൊ നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പോവുകയാണ്. ശരി, നോക്കട്ടെ നിങ്ങൾ റെലവന്റ് ആണ്. നോക്കട്ടെ 1 7 അല്ല. 7 വരുമ്പോൾ അപ്പ് ആണ്. തെറ്റ് വരുമ്പോൾ തുടങ്ങും. 1 7 അല്ല അപ്പ്. ഓക്കെ, റെലവന്റ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ എന്താണോ ചെയ്യുന്നത് കൃത്യമായി ചെയ്യണം. 1 5 6 up. വെരി ഗുഡ്. 7 2 എഴുതാം. ഓക്കെ, ശരി, അപ്പ് പറഞ്ഞു. ഓക്കെ, 8 9 10 up. വെരി ഗുഡ്. 15 16 17 അപ്പ് ആണ്. ഓക്കെ, അപ്പൊ തെറ്റാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ശരി. ആർക്കൊക്കെയാണ് ഞാൻ മുക്കായി കടമായിട്ടുള്ളത്? ഒന്ന് നിനക്കല്ലേ? അല്ല, നിനക്കല്ലേ? രക്ഷപ്പെടുമ്പോൾ പറഞ്ഞ നീയല്ലേ? മുട്ടായി കിട്ടിയല്ലോ. ഓക്കെ, ശരി. ഞാൻ ഓക്കെ, ശരി, പിടിച്ചോളൂ. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ച ടീച്ചറും വീട്ടിൽ വന്ന അപ്പായും അമ്മയെല്ലാം നമ്മൾ പറഞ്ഞില്ല. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും എഴുതി ചാടി പറഞ്ഞോളാം. നമ്മൾ രാവിലെ 5 മണിക്ക് ഉണർന്നിരിക്കുന്നത് നമുക്ക് ഇപ്പോഴും 7ന്റെ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അപ്പ് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ അറിയാമോ? കൺഫ്യൂഷൻ ആണ്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. 1 up. Very good. 8 9 10 11 12 13 14 14 up 1 6 15. ഓക്കെ, ഞാൻ പെട്ടെന്ന് പോവുകയാണ്. R for relevant.
എക്സാമിന് പഠിക്കുന്ന നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇനിയിപ്പോ എക്സാം ആയില്ലേ, അന്നത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇനിയുള്ള ഗ്യാപ്പിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം പഠിച്ചു തീർത്താൽ റെലവന്റ് അല്ലാത്ത കുട്ടികളാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പേരൻസിൽ അവർക്കറിയാമായിരിക്കും. എന്റെ ചേട്ടന്റെ കൂടെ പഠിച്ച സതീഷ് എന്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ അയ്യന്റെ കൂടെ പഠിച്ചു. കാരണം എന്താ, ഇല്ല നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നാട്ടുപുറത്തൊക്കെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പോയി നോട്ടീസ് ബോർഡിൽ നോക്കും നമ്മുടെ പേരുണ്ടോ. സതീഷിനുണ്ടോ? ഇല്ല. ഓക്കെ, തോറ്റുപോകും. ടീച്ചറിന് മനസ്സിലായി ഇവർ 9ാം ക്ലാസ്സിൽ ഇരിക്കാൻ റെലവന്റ് അല്ല, ഇവർ 9ാം ക്ലാസ് ഒന്നുകൂടി ഇരിക്കട്ടെ, 8ാം ക്ലാസ് ഒന്നുകൂടി ഇരിക്കട്ടെ. പക്ഷെ നിങ്ങൾ ആരും തോൽക്കുന്നതിനാണോ? അല്ല. ഓക്കെ, അപ്പൊ R4 അല്ല വെച്ച് T4 ടൈം ബേസ്. സ്മാർട്ടായിട്ട് പഠിക്കുന്ന കുട്ടി ഇത്രയും കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കും. ഒന്ന്, സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെലവന്റ്, ടൈം ബേസ്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി സ്മാർട്ടാകും. പഠിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ് പഠിക്കാൻ? ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്കെല്ലാവർക്കും ഇഷ്ടം കാണുന്നത് ഞാൻ വിഷയം ചോദിച്ചത് ഭക്ഷണമല്ല, അവർ ബുക്ക് കടലെന്ന് പറഞ്ഞു. ഓക്കെ, ഏതാണ് ഇഷ്ടം? ഇഷ്ടപ്പെട്ട വിഷയം നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിഷയം കാണുന്നില്ലേ? ഏതാണ് നമ്മള്? സയൻസ് ആണ്. ഓക്കെ, മലയാളം. ഓക്കെ, ഇംഗ്ലീഷാണ്. ഒരു സയൻസ്, ഇംഗ്ലീഷാണ്. ഓക്കെ, മാത്സ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വിവിധങ്ങളായ വിഷയങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്. ശരി, അപ്പൊ നമ്മൾ സാധാരണ നിലയിൽ പരീക്ഷയ്ക്കാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പഠിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളിലേക്ക് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള വിഷയമാണ്. കാരണം ആരുടെ നിർബന്ധത്തിലാണ് നമ്മൾ പഠിക്കുന്നത്? വീട്ടുകാരൻ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ പോകും. ഇപ്പൊ നിങ്ങൾ പേരൻസ് നിങ്ങളോട് സംസ്ഥാനത്തിൽ പോകാമെന്ന് വിചാരിക്കാം, കൊണ്ടുപോകത്തില്ലല്ലോ, കൊണ്ടുപോകത്തില്ല. വിചാരിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ അപ്പ ഓർഡർ ചെയ്യുമോ? എല്ലാവരും ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഐറ്റമാണ് ഓർഡർ ചെയ്യുക? അതോ നമ്മൾ ആദ്യം കാണാൻ പഠിക്കുന്നത് മെനുകാർഡ് കാണാൻ നമുക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ ഓർഡർ ചെയ്യുക? പഠിക്കുന്ന കാര്യത്തിലും അറിയാതെ നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ വരും. പക്ഷെ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ അഥവാ അല്ലാതെ പഠിക്കുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. അപ്പൊ അതിന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സ്റ്റഡി മൾട്ടിപ്പിൾ സബ്ജക്ട്സ് എന്ന് പറയും. എല്ലാം ഇഷ്ടപ്പെടണം. മാത്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിന് മറ്റുള്ള വിഷയത്തെക്കാട്ടിലും കുറച്ച് എഫർട്ട് കൊടുത്താൽ മതി, അത് പെട്ടെന്ന് മനസ്സിലാകും. മലയാളം ഇഷ്ടപ്പെടുന്ന ആൾ കൂടുതൽ പഠിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്ന ആൾ കൂടുതൽ പഠിക്കുന്നത് സയൻസ് ആയിരിക്കും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത. നമ്മുടെ ഇപ്പൊ ഇവിടെ കുറച്ച് ബ്രെയിൻ ഒരു ബ്രെയിൻ കഴിഞ്ഞിരുന്നില്ലേ? നമ്മുടെ ബ്രെയിൻ രണ്ട് പാർട്ടുണ്ട്. എന്താണ് ബ്രെയിൻ? രണ്ട് പാർട്ട്. ഒന്ന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമ്മൾ പറയില്ലേ? ഈ റൈറ്റ് ബ്രെയിൻ കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും, ഇമാജിനേഷൻ, കളർ, ഇതൊക്കെ കോഡ് ചെയ്യുന്നത് ബ്രെയിൻ റൈറ്റ് പോർഷൻ ആണ്. ലെഫ്റ്റ് പോർഷൻ ആണ് നമ്പർ, ലോജിക്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഈ രണ്ട് അനലിറ്റിക് തിങ്കിങ്, നമ്പേഴ്സ്, ലാംഗ്വേജ്, റീസണിങ്, ലോജിക്, സയൻസ്, മാത്സ് എല്ലാം ലെഫ്റ്റ് പോർഷൻ ആണ്. റൈറ്റ് പോർഷൻ അങ്ങനെയല്ല. ഇമോഷണൽ ഇന്റലിജൻസ്, ഇമാജിനേഷൻ, എക്സ്പ്രഷൻ, ഇതെല്ലാം റൈറ്റ് പോർഷൻ ആണ്. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഒരുപോലെ വളരണം. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. ഇവിടെ +2 വരെയുള്ള കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും പഠിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്ന വിഷയമാണെന്ന് മാത്രം ഇരുന്ന് പഠിക്കരുത്. എല്ലാ വിഷയങ്ങളും പഠിച്ച് ആദ്യം നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകും. ഇതൊരു +2 ലെവൽ വരെയാണ് സാധാരണ ഉണ്ടാകുക. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഐച്ഛിക വിഷയത്തിലേക്ക് പോകും, ഒരു ഓപ്ഷണൽ വിഷയത്തിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ അതിനു മുമ്പ് നമ്മുടെ ബ്രെയിൻ പക്കയായിരിക്കണം. അതിനാണ് പറയുക മൾട്ടിപ്പിൾ സബ്ജക്ട്സ് നമ്മൾ പഠിക്കണമെന്നുള്ളത്. എങ്ങനെയാണ് പഠിക്കുക? മാത്സ് ഇഷ്ടപ്പെടുന്ന, മാത്സിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മാത്സ് ഇഷ്ടപ്പെടുന്ന ആൾ എത്ര നോട്ട്ബുക്ക് മാത്സിന് വേണ്ടി ഈ കഴിഞ്ഞ വർഷം മേടിച്ചിട്ടുണ്ട്? ഒരെണ്ണോ ഒന്നിൽ കൂടുതൽ. മാത്സിന്റെ നോട്ട്ബുക്ക് ആണ് നമ്മൾ കൂടുതൽ മേടിക്കുക. കാരണം എന്താ? മാത്സിൽ നിന്നാണ് പേപ്പർ എടുത്ത് കപ്പലിട്ട് പോയിരുന്നാണോ? അല്ല. എന്താണ് കാരണം? കാര്യം പറയൂ. പ്രാക്ടീസ് ചെയ്യാൻ കുറേയേറെ ഉണ്ട്. മാത്സ് വർക്ക് ചെയ്യുന്നതും എഴുതി പഠിക്കുന്നതും കൂടുതൽ എന്താണ്? മാത്സ് ആണ്. വളരെ കുറച്ച് ബുക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മലയാളം, ഇംഗ്ലീഷ്. അതൊക്കെ നമ്മൾ എന്താണ് നോട്ട് എഴുതുന്നുള്ളൂ, അല്ലാതെ വർക്ക് ചെയ്യില്ല. മാത്സ് നമ്മൾ ഒരു പ്രാവശ്യം എഴുതി തെറ്റിപ്പോയി നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടെ എഴുതും. ഏതാണോ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ അതിലേക്ക് നമ്മൾ വരുന്നതിന് വേണ്ടി കൂടുതൽ എഴുതി പഠിക്കും.
അപ്പോൾ മൾട്ടിപ്പിൾ സബ്ജക്ട്സ് എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങൾ പഠിക്കുന്നതിലും സിമ്പിൾ ആയിട്ടുള്ള ബേസ് ഉണ്ട്. സാധാരണ ഒരു 7 ലെവൽ പറയും. ഒന്ന് വിഷ്വൽ, കണ്ടുപഠിക്കണം. ഫിസിക്കൽ, ചെയ്ത് പഠിക്കണം. സോഷ്യൽ, എന്തായാലും പറയാം, സോഷ്യൽ എന്താ? അമ്മ ഞാൻ പൊക്കോട്ടെ, അമ്മ ലീലയുടെ വീട്ടിൽ എന്തിനാ മോളെ? കമ്പൈൻ സ്റ്റഡി നടത്താനാണ്. അവിടെ ചെന്നിട്ട് ആരെങ്കിലും ജ്യൂസ് കലക്കി തന്ന് ആ ദിവസം പോയി എല്ലാവരും എന്ത് നടക്കില്ല, കമ്പൈൻ സ്റ്റഡി നടക്കില്ല. പക്ഷെ ചില കുട്ടികളുണ്ട് കമ്പൈൻ സ്റ്റഡി. അപ്പൊ സോഷ്യൽ, ഒരുമിച്ച് ഇരുന്ന് പഠിപ്പിക്കുകയും പഠിക്കുകയും പറയുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് പറയുന്നത് സോഷ്യൽ. സോളിറ്ററി, എന്താ സോളിറ്ററി? ഇല്ല, ഇവിടെ കാനഡ ഒറ്റയ്ക്ക് പോയി പഠിക്കണം. പിന്നെ അമ്മ കാനഡ പോകണം, ഒറ്റയ്ക്ക് പഠിക്കാൻ ഇഷ്ടം, അതാണോ? അല്ല. എന്താ സോളിറ്ററി? സോളിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബഹളമൊന്നുമില്ലാതെ പഠിക്കാൻ കുറച്ച് പാടായിട്ട് തോന്നുന്ന വിഷയം മാറി ഫോക്കസ് ചെയ്ത് പഠിക്കും. ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതൊരു സമരം നടക്കാം, ന്യൂസ് ചാനൽ വെക്കാം, ബഹളമാകാം, അപ്പയും കൂടെ വന്നിട്ട് വേണം, മുട്ട വേണം, പിടിച്ചു കൊടുക്കേണ്ട തർക്കം ഉണ്ടാകാം. ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ, നമുക്ക് ഇതിനെ കലക്കി തീർത്തില്ലേ? അപ്പൊ നമ്മൾ പറയും കലങ്ങിയില്ല എന്നൊക്കെ പറയൂലേ. അപ്പൊ ഇതൊക്കെ നമ്മളെ ബാധിക്കും. നമ്മൾ മാറിയിരുന്ന് ഏകാന്തമായി ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ. സോളിറ്ററി. ലോജിക്കൽ, എന്താ ലോജിക്കൽ? ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. 5ാം ക്ലാസ് വരെ പേരൻസ്, ഇപ്പം അധ്യാപകരൊന്നും അല്ലാത്ത സാധാരണ പേരൻസ് ആണെങ്കിൽ 5ാം ക്ലാസ് വരെ നമ്മുടെ എല്ലാ ചോദ്യത്തിലും ഉത്തരം ഉണ്ടായിരുന്നു. ചില കുട്ടികൾ 5ലും 6ലും 10ലും വന്നാലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇത് അറിയാമോ? അമ്മ ഇല്ല മോനെ, ഞാൻ ആ ക്ലാസ്സിൽ പോയിട്ടില്ല. അമ്മ അന്ന് ഒരു കാര്യം ചെയ്യും, ഞാനത് ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന വിദ്യാർത്ഥി വിളിച്ചാൽ അവരെ അല്ലെങ്കിൽ അവളെ വിളിച്ചോട്ടെ, അമ്മ വിളിക്കും. അതെന്താണ് അങ്ങനെ? അതൊരു കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലല്ലോ. അവര് ഇത് അറിഞ്ഞിട്ടേ ആ ആൾ അടുത്ത പോർഷനിലേക്ക് പോകും. ചില കുട്ടികളുണ്ട് ക്ലാസ്സിലേക്ക് അധ്യാപകർ വന്നൊരു പോർഷൻ കഴിയുമ്പോൾ തന്നെ ചാടി എഴുന്നേൽക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ അവനൊരു 10 ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. കാരണം എന്താണ്? കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോകുമല്ലോ, അതാണ് നമ്മുടെ സന്തോഷം. എന്നാൽ അവൻ ചോദിക്കുന്നത് എന്താണെന്നോ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കണോ നമ്മൾ വിചാരിക്കില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചാലും പഠിക്കുന്ന കാര്യത്തിൽ ഒരു ഓർമ്മശക്തി അല്ലെങ്കിൽ ഒരു മനസ്സിലാകുന്നില്ല എങ്കിൽ ചില ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിച്ച് കൃത്യമായ ഉത്തരം കണ്ടെത്തുന്നതിനാണ് ഈ ലോജിക്കൽ സ്റ്റഡി എന്ന് പറയുക. അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ലോജിക്കലായി കേട്ട് കണ്ടു എഴുതി പഠിക്കും. ഓരോ അവർ കേട്ട് പഠിക്കും കൂടുതൽ. ചില കുട്ടികളുണ്ട് ക്ലാസ്സിൽ കേട്ടാൽ മതി, വീട്ടിൽ പോയി പഠിക്കണ്ട. നമ്മൾ ക്ലാസ്സിൽ കേട്ടു, വീട്ടിൽ പോയി പഠിച്ചു, ട്യൂഷന് പോയി, അമ്മ തന്നെ പഠിപ്പിച്ചു, ഇല്ലേ? എങ്ങനെ പഠിച്ചാലും നമുക്ക് ചിലത് മനസ്സിലായില്ല. ചില കുട്ടികൾ അങ്ങനെയല്ല, ക്ലാസ്സിൽ പോയി ടീച്ചർ പറയുമ്പോഴേ മനസ്സിലായി. അതൊരു കഴിവാണ്, സ്കില്ലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 7 മെത്തേഡ് നമ്മൾ പഠിക്കണം. ഇനി ഞാൻ ഈ കാണിക്കുന്ന ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് പരിചയമുള്ള പഠിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ടിപ്സ് അതിനകത്തുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അത് മൈൻഡ് മാപ്സ് ഉണ്ട്, ഫ്ലോ ചാർട്ട്സ് ഉണ്ട്, ഡയഗ്രം ഉണ്ട്, ഗ്രാഫ് ഉണ്ട്, സ്കെച്ച് നോട്ട്സ് ഉണ്ട്, ഹൈലൈറ്റേഴ്സ് ഉണ്ട്, നോട്ട് കാർഡ്സ് ഉണ്ട്. പഠിക്കുമ്പോൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതാണ് ഉപയോഗിക്കുന്നത്? ഡയഗ്രം, ഹൈലൈറ്റേഴ്സ്, ഹൈലൈറ്റർ, മൈൻഡ് മാപ്പ്, സ്കെച്ച് നോട്ട്സ്, ഗ്രാഫ്. ഓക്കെ, അപ്പൊ 7 കുട്ടികൾ ഈ പറയുന്ന ചില മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ പല ആളുകളും ഇതൊക്കെ ചെയ്യുന്നവരാണ്. ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ടീച്ചർ പറയുകയാണ് ഈ പോർഷൻ എല്ലാ പരീക്ഷയ്ക്കും ഇതിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടാകും. അപ്പൊ നമ്മൾ പിന്നെ എനിക്ക് വേണ്ടവരുടെ ആ പേജ് വലിച്ചു കളയുമോ? നമ്മൾ എന്ത് ചെയ്യും? അണ്ടർലൈൻ ചെയ്യും, പിന്നെ ഇമ്പോർട്ടന്റ് എഴുതും, പിന്നെ നമ്മളവിടെ അത് മനസ്സിലാക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നാൻ വേണ്ടി അണ്ടർലൈൻ ചെയ്യും, ഇമ്പോർട്ടന്റ് എഴുതും, പിന്നെ സ്റ്റാർ ഇടും. നമ്മുടെ ബാഗിൽ നിന്ന് പെട്ടെന്നൊരു തുറക്കും, ഒരു സ്കെച്ച് എടുക്കും, 2 വരകളിലും, അല്ലേ? ഹൈലൈറ്റ് ചെയ്യും. പഠനത്തെ കൂടുതൽ മികവുള്ളതാക്കാൻ
ഇങ്ങനെ ചില ടെക്നിക്കുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷയുടെ തലേന്ന് വീണ്ടും ഒന്നാമത്തെ പാഠം മുതൽ അവസാനത്തെ ലെസൺ വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? റിവൈസ് ചെയ്യാൻ പറ്റും. റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പേജ് തുറന്നാൽ അതിനകത്ത് ഇമ്പോർട്ടൻസ് കുറച്ച് അണ്ടർലൈൻ ചെയ്ത പോർഷൻ, ഹൈലൈറ്റ് ചെയ്ത പോർഷൻ. പക്ഷെ നമ്മുടെ ബുക്കിൽ എന്തായിരിക്കും? എല്ലാം ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതുപോലെ വായിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് നിങ്ങളുടെ അപ്പയോ അമ്മയോ സ്കൂളിലേക്ക് വിടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ബുക്ക് തുറന്ന് പഠിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ സ്കൂൾ ബസ് വരുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ട് നിർത്തും. അവിടെ നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചുകൊണ്ടിരിക്കും. എക്സാം ഹോളിൽ ടീച്ചർ അവിടെ വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചുകൊണ്ടിരിക്കും. ആ പഠിക്കുന്ന കാര്യം പകുതിയെ വായിച്ചിട്ടുള്ളൂ, മൊത്തം വായിച്ചു നിർത്താൻ പറ്റില്ല. കാരണം ബെല്ലടിച്ചു, നമ്മൾ ഓടിക്കറിയിരുന്നു. പിന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം എന്താണ്? പകുതി വായിച്ചു, ബാക്കി എന്താണ്? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില ടിപ്സുകൾ ഉപയോഗിച്ച് വെക്കണം. ഓക്കെ. അപ്പൊ ഈ ടിപ്പ് ഒന്ന് പറഞ്ഞു വേണ്ടി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും പഠിക്കും. നമ്മളൊന്ന് പഠിക്കാറുണ്ടോ? ഇല്ലേ? കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല? നീ അല്ലേ 500 രൂപ മേടിച്ച ഓട്ടോക്കൂലിയിലെന്ന് പറഞ്ഞത്? മേടിച്ചിട്ടില്ല? മറന്നു. നമ്മൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ഓക്കെ. ഓക്കെ. ചില ആളുകൾ കൊണ്ടൊരു പ്രശ്നമാണ്, ഇവിടെ പോലെ മറന്നു. കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല? ഇപ്പൊ കണ്ടില്ലേ? ഓക്കെ. ചില ആളുകൾ ഭയങ്കര മറവിയാണ്. പക്ഷെ ചില ആളുകൾക്ക് അപാരമായ ഓർമ്മയാണ്, ഭയങ്കര ഓർമ്മയാണ്. എന്താണ് ഓർമ്മ? നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പ അമ്മയോട് വഴക്കിടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ സാധനം ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊള്ളു. ഭയങ്കര ഓർമ്മയാണ്. ആവശ്യം ഒരു കാര്യവും ഓർമ്മയില്ല. അന്ന് കല്യാണം കഴിഞ്ഞ അന്നത്തെ കാര്യം പറഞ്ഞു കിടക്കും. പക്ഷെ ഇന്നലെ വെച്ച ഒരു സാധനം എവിടെയാണ് പറഞ്ഞു കിടക്കുന്നത്? മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ വളർത്തിയെടുക്കുന്ന സാധനം. അപ്പൊ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി മെമ്മറി? കേട്ടോ, ഇനി അരമണിക്കൂർ നമ്മൾ അവസാനം കഴിയും. അത്രയുള്ള സമയം. ഓക്കെ. മെമ്മറി ടെക്നിക്സ് പറയാൻ പോകാം. ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ്? അസോസിയേറ്റ്. ഓർമ്മ നിലനിർത്താൻ ചില കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്യണം. അന്ന് ഇവിടെ വന്ന അച്ഛൻ, ആ അച്ഛന് തൊപ്പിയുണ്ട്, ഞങ്ങളുടെ അച്ഛന് തൊപ്പിയില്ല. അപ്പോൾ ക്ലാസ് എടുക്കാൻ വന്ന അച്ഛൻ കോച്ച് തൊപ്പിയിട്ട് അച്ഛൻ, ഞങ്ങളുടെ അച്ഛനെല്ലാം ജയിച്ചച്ഛൻ. അസോസിയേറ്റ് ചെയ്യും. ഓർമ്മ കിട്ടിയില്ലേ? ഓക്കെ. ചില കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്യണം. അപ്പോഴാണ് ടീച്ചർ പറയുക, എടാ 9ാം ക്ലാസ്സിൽ പഠിച്ച ഓർക്കുന്നില്ലേ, അതിന്റെ ബാക്കിയാണ് ഇത്. നമ്മൾ അവിടെ നിന്ന് 9ാം ക്ലാസ്സിൽ പഠിച്ചോ? അപ്പൊ നമ്മൾ ടീച്ചറാണ്, നമ്മൾ പഠിച്ചു. ടീച്ചറിന് അറിയാം, ഒരു പിള്ളേർക്കും അറിയില്ല, ടീച്ചറിന് അറിയാം. ചില കാര്യങ്ങൾ കണക്ട് ചെയ്യും, ചില കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്യും. ഞാൻ നോക്കട്ടെ, എന്റെ സുഹൃത്തുക്കളായ 4 വിദ്യാർത്ഥികൾക്ക് അല്ലാതെ ബാക്കിയുള്ള ആളുകൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ കണക്ട് ചെയ്ത് തിരിച്ചു പറയാൻ പറ്റുമെന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ പറയുന്നത് കണക്ട് ചെയ്യണം. ഒറ്റ തവണ ഞാൻ പറയും. ഓക്കെ. കണക്ട് ചെയ്യാൻ മാത്രം മതി, കാണാൻ പഠിക്കണം. ശ്രദ്ധിക്കാം. കൂട്ടുകാരെ നിങ്ങൾ കുട്ടേട്ടനെ കണ്ടോ? കുട്ടേട്ടൻ കെട്ടിയ വീട് കണ്ടോ? വീടിനുള്ളിലെ കൂട് കണ്ടോ? കൂടിനുള്ളിലെ കോഴിയെ കണ്ടോ? കോഴിയെ തിന്ന കുറുക്കനെ കണ്ടോ? കുറുക്കനെ കൊന്ന തോക്ക് കണ്ടോ? കണക്ട് ചെയ്താൽ മതി, കാണാൻ പഠിക്കരുത്. കൂട്ടുകാരൻ കുട്ടേട്ടൻ, കോഴി കുറുക്കൻ, വീട്. കണക്ട്. കൂട്ടുകാരെ നിങ്ങൾ, ഒന്നുകൂടെ പറയാം, കണക്ട് ചെയ്താണ്. കൂട്ടുകാരെ നിങ്ങൾ കുട്ടേട്ടനെ കണ്ടോ? കുട്ടേട്ടൻ കെട്ടിയ വീട് കണ്ടോ? വീടിനുള്ളിലെ കൂട് കണ്ടോ? കൂടിനുള്ളിലെ കോഴിയെ കണ്ടോ? കോഴിയെ തിന്ന കുറുക്കനെ കണ്ടോ? കുറുക്കനെ കൊന്ന തോക്ക്. ഒന്ന് കണക്ട് ചെയ്ത്. കാണാൻ പഠിക്കരുത്. അപ്പൊ ഒന്ന് കണക്ട് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്യാം. എല്ലാവരോടും പറഞ്ഞാലോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. കൂട്ടുകാരെ നിങ്ങൾ കുട്ടേട്ടനെ കണ്ടോ? കുട്ടേട്ടൻ കെട്ടിയ കൂട് കണ്ടോ? കൂടിനുള്ളിലെ കോഴിയെ തിന്ന കുറുക്കനെ കൊന്ന. അപ്പൊ നമ്മൾ പരീക്ഷ പോലെ ചെന്നിരിക്കുമ്പോൾ
ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഇത് കോപ്പിയൊന്നും എഴുതിക്കൊണ്ട് പോകരുത്. കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എക്സാം ഹോളിൽ പോയിരിക്കുമ്പോൾ ചില കുട്ടികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ എഴുതുന്നു. അപ്പൊ ആദ്യത്തെ കുറച്ച് പുസ്തകങ്ങൾ നമുക്കറിയാം, അവർക്കും അറിയാം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എഴുതിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവരെ നോക്കുമ്പോൾ അവര് നമ്മളെ നോക്കിയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവരെന്തോ പറ്റും. നമ്മൾ എന്ത് ചെയ്യും? അവരെ നോക്കി നമ്മളിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ ഇടിവെട്ടി പോലെ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ഇടും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവൻ എന്ത് ചെയ്യുകയായിരുന്നു? അവൻ കണക്ട് ചെയ്ത് പഠിച്ച കാര്യം ആലോചിക്കുകയായിരുന്നു. നമ്മളെന്താ വിചാരിച്ചത്? ഓ, അവസാന പരീക്ഷ അല്ലേ, ഇനി അവിടെ വെച്ച് നമ്മൾ കാണും, വിഷമം കൊണ്ട് നമ്മൾ നോക്കുകയാണ്. ഒരിക്കലും അല്ല, അവൻ കണക്ട് ചെയ്ത കാര്യം ആലോചിക്കുകയാണ്. നമ്മളെങ്ങനെയാണ് മറന്നുപോയാൽ ഓർമ്മിച്ചെടുക്കുന്നത്? എങ്ങനെയാണ്? അമ്മ പരീക്ഷ ഹോളിലാണ്, ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു തരാമോ? പറ്റും. എങ്ങനെയാണ് നിങ്ങൾ ഓർമ്മിച്ചെടുക്കുക? പരീക്ഷ ഹോളിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു, മറന്നുപോയി, അറിയാത്തതല്ല, മറന്നുപോയി. എങ്ങനെ ഓർമ്മിച്ചെടുക്കും? നിങ്ങൾ എന്തൊക്കെ ചെയ്യും? അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യും. എന്ത് ചെയ്യും? സ്വാഭാവികമായും സമയത്തിനുള്ളിൽ പരീക്ഷ തീർക്കണം. എന്ത് ചെയ്യും? പെട്ടെന്ന് സമയമില്ല. എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്നതിന്റെ ആക്ഷൻ ഇത് പെൺകുട്ടിയോ? നമ്മളോ? രക്ഷയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ടെക്നിക്, നമ്മൾ 4 തവണ നെറ്റിക്കടിക്കുകയും 2 തവണ കൈ കൊടയുകയും 1 തവണ ഇങ്ങനെ അയ്യോ അങ്ങനെ കടിക്കരുത്, വളരെ ചെറിയൊന്ന് കടിച്ച് ഒന്ന് ആലോചിക്കുമ്പോൾ പറയും അങ്ങനല്ല ആളുകൾ. നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഇല്ലേ, എന്റെ മുന്നിൽ ഇരുന്ന് 4 പേര് ഒരാൾ, അപ്പൊ ഞാൻ കണക്ട് ചെയ്യും. നിങ്ങൾ ഓർമ്മ നിലനിർത്തണമെങ്കിൽ കാണാതെ പഠിക്കണം. ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുക, ചില കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്യുക, ചില കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക. ടങ് ട്വിസ്റ്റർ നിങ്ങൾക്ക് അറിയില്ലേ? ടങ് ട്വിസ്റ്റർ ഒന്ന് പറയൂ. ടങ് ട്വിസ്റ്റർ പറയൂ. പത്രാമത്തെ 10 പച്ചത്തത്തെ ചത്തു കുത്തിയിരുന്നു. കുതിര പിന്നെ കുതിര. ചില ആളുകൾ പുരാമപുരം എന്നാ പറയുന്നത്, കുമാരപുരം ഇതുവരെ പറയാൻ അറിയില്ല. ടങ് ട്വിസ്റ്റർ എങ്ങനെയാണ്? നമ്മൾ തെറ്റാതെ പറയുക. ചിലതൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ തലയിൽ മുന്നിട്ട് പോയാൽ മതി. പക്ഷെ ചില ആളുകൾ തെറ്റാതെ പറയും. എങ്ങനെയാണ്? പറഞ്ഞു പഠിക്കും. അത് പലതവണ പറഞ്ഞു പഠിക്കും. അത് ഈ ടിപ്പ് ഓഫ് ദ ടങ് എന്ന് പറയും. പറഞ്ഞു പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നാവിന് തുമ്പത്തി കേന്ദ്രിക്കും. ചില കാര്യങ്ങൾ കണക്ട് ചെയ്യണം, ചില കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്യണം, ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. ഓർമ്മ നിലനിൽക്കാൻ ഒറ്റ മന്ത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ നിലനിർത്താൻ ഒരേ ഒരു മന്ത്രം. അതിന്റെ ആദ്യത്തെ വാക്ക് ഇതാണ്, റിവൈസ്. രണ്ടാമത്തെ വാക്ക് ഇതാണ്, റിവൈസ്. മൂന്നാമത്തെ വാക്ക് റിവൈസ്. അപ്പൊ മന്ത്രം എന്ന് പറഞ്ഞ് റിവൈസ് റിവൈസ് റിവൈസ്. റിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീറീഡ്, റീറൈറ്റ്, റീവിസിറ്റ്. നമ്മുടെ റിവൈസ് എപ്പോഴും എങ്ങനെയാണ്? നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. ക്ലാസ്സിൽ കേൾക്കുന്നു, എഴുതുന്നു, നോട്ട് എഴുതുന്നു, അധ്യാപകർ പറയുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അത് റീറീഡ്. എക്സാം കഴിഞ്ഞ് നമ്മൾ റിവൈസ് ചെയ്യുകയാണ്. റീറീഡ്, റീറൈറ്റ്, റീവിസിറ്റ്. റീവിസിറ്റിലാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. കണ്ടില്ലേ? ഇതൊക്കെ നമ്മളെ റീവിസിറ്റ്. ഇവിടെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തതും സ്റ്റാർ ഇട്ടതും അണ്ടർലൈൻ ചെയ്തതും മൈൻഡ് മാപ്പ് ചെയ്തതും ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഓർമ്മ നിലനിൽക്കാൻ നമുക്ക് റിവൈസ് ചെയ്യണം. ഒരു വലിയ പുസ്തകത്തിന്റെ മനസ്സിൽ വിചാരിച്ചോ? സ്റ്റേഡിയമാണോ വിചാരിച്ചത്? ഓക്കെ, ഒരു പുസ്തകടി. ആ പുസ്തകടി ഒരു നടപ്പാത രൂപപ്പെടണമെങ്കിൽ ഒരാൾ ഒരു തവണ അതുവഴി മന്ദം കാൽവെപ്പുകൾ നടത്തിയാൽ ഉണ്ടാകുമോ? ഒരാൾ ഒരേ സ്ഥലത്ത് കൂടി ഒരു പുസ്തകടിയിൽ കൂടി പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ അവിടെ ഒരു നടപ്പാത ഉണ്ടാകുമോ? ഉണ്ടാകും. ഇതുപോലെയാണ് ഓർമ്മ. ഒരു ചിത്രം നിങ്ങൾ നോക്കി. ഈ ചിത്രം ഒരു പുസ്തകടി. ഈ പുസ്തകടിയിൽ ഒരു വഴി രൂപപ്പെട്ടതുപോലെ
നിങ്ങളുടെ ബ്രെയിനിൽ ഒരു കാര്യം മാർക്ക് ചെയ്യപ്പെടണമെങ്കിൽ ഒരു കണ്ടന്റിന്റെ മുകളിൽ കൂടി പലതവണ നടക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് പലതവണ വായിക്കണം, പലതവണ എഴുതണം, പലതവണ റീവിസിറ്റ് ചെയ്യണം, റിവൈസ് ചെയ്യണം. അപ്പോഴാണ് ബ്രെയിനിൽ അത് മാർക്ക് ചെയ്യപ്പെടുക. അങ്ങനെയുള്ള കുട്ടികളാണ് പരീക്ഷാ ഹാളിൽ ഇരുന്ന് കൈകൊടയുമ്പോഴും നെറ്റിക്കടിക്കുമ്പോഴും ആലോചിക്കുമ്പോഴും ഈ വൃത്തഗതിയിൽ മാർക്ക് ചെയ്യപ്പെട്ട പോലെ നിങ്ങളുടെ തലച്ചോറിൽ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരിക. അല്ലാതെ നമ്മുടെ വൃത്തഗതി ആലോചിച്ചെത്തി വാരി കയ്യിലിട്ട് കഴിഞ്ഞു, അവിടെ ഒരു വഴിയുമില്ല. അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ റീവിസിറ്റ് ചെയ്യണം. അതാണ് മെമ്മറി ടെക്നിക്കിൽ പ്രധാനം. വിഷ്വലൈസ് ഇൻഫർമേഷൻ. പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിൽ ഒരു ചിത്രം പോലെ കാണണം, ചെയ്ത് പഠിക്കുക, റീവിസിറ്റ് ദ മെറ്റീരിയൽ. ഇതെല്ലാം ഓർമ്മ നിലനിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും ഓർമ്മയിൽ നിലനിർത്തിയ നിങ്ങൾ ഇനിയും പോകുന്നത് എന്തിനേക്കാണെന്നറിയാമോ? എന്തിനാണ്? ഭയങ്കര ഓർമ്മയാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് അവസാനം ഒരു ഘട്ടം കൂടിയുണ്ട്. ആ ഘട്ടമാണ് ഏത്? എക്സാം എന്ന് പറയുന്നത്. എക്സാമിന് റെഡിയാണോ? ഓക്കെ. എക്സാമിന് ആദ്യമായി ചെയ്യുന്ന കാര്യം റീവിസിറ്റ് ദ മെറ്റീരിയൽ. നമ്മൾ ഇവിടെ കണ്ടുല്ലേ, ഇവിടെ റീവിസിറ്റ് ദ മെറ്റീരിയൽ. അതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. പരീക്ഷയ്ക്ക് തലേവർഷങ്ങളിൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിന്റെ ആൻസർ കണ്ടുവെക്കണം. ഓക്കെ. അപ്പം എക്സാമിന് വേണ്ടി തയ്യാറാകുന്നതിന്റെ അവസാനത്തെ ഭാഗമാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പല തവണ നമ്മൾ എഴുതുകയും വായിക്കുകയും അറിയാൻ വയ്യാത്തത് വീണ്ടും നോക്കുകയൊക്കെ ചെയ്ത് മനസ്സിലാക്കി വെക്കും. അപ്പൊ എക്സാം റൈറ്റിംഗിന്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. ഏതാണ് അത്? പ്രാക്ടീസ് പാസ്റ്റ് പേപ്പേഴ്സ്. 2 എന്താ എഴുതിയിരിക്കുന്നത്? രണ്ടാമത് എഴുതിയിരിക്കുന്നത് read all questions carefully. ഇവിടെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയായിരുന്നു. ഓക്കെ. ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ആരുമില്ല. എല്ലാവരും ശ്രദ്ധിച്ചാണ്. ശരി. അങ്ങനെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാമോ? റെഡിയാണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ശബ്ദമില്ല. യെസ് ഓർ നോ? ശബ്ദമില്ല. യെസ് ഓർ നോ? യെസ്. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാം. ഓക്കെ. ശരി. അങ്ങനെയെങ്കിൽ എല്ലാവരും കൈ നീട്ടും. എല്ലാവരും നീട്ടിക്കോളൂ. പുറകിലിരിക്കുന്നവർ എല്ലാവരും നീട്ടിക്കോളൂ. പറയുന്ന കാര്യം ചെയ്യണേ. കൈ നീട്ടി. സപ്പോസ് ഇത് ആമയാണെങ്കിൽ ഈ ആമ പറഞ്ഞാൽ അറിയാമോ? വെരി ഗുഡ്. നല്ല ആളുകൾ ചെയ്തിട്ട്. അപ്പം കൈ മറിച്ചു. ചൂണ്ടുകളിൽ മാത്രം നീട്ടു. ഈ ചൂണ്ടുകളിൽ നിങ്ങളുടെ തലയുടെ ഉച്ചിയിൽ തൊട്ടു, നെറ്റിയിൽ തൊട്ടു, മൂക്കിൽ തൊട്ടു, വലത് ചെവിയിൽ തൊട്ടു. മഴ പെയ്യുമ്പോൾ ഭയപ്പെട്ട പോലെ ആയിപ്പോയി. വലത് ചെവി. ഓക്കെ. തെറ്റിയവർക്ക് വേണ്ടി എല്ലാവരും ഒന്നുകൂടെ ചെയ്യാം. പറയുന്നേ ചെയ്യാം. എല്ലാം ചെയ്താൽ കൈ നീട്ടി, കൈ മറിച്ചു. ചൂണ്ടുകൾ, ഉച്ചി, നെറ്റി, മൂക്ക്, വലത് ചെവി, തമിഴ്. ചില ആളുകൾ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൂടെ അച്ഛ ഓക്കെ. ചില ആളുകൾ കുട്ടിക്ക് വീഴ്ചൊക്കെ നടന്നു. പക്ഷെ ചില ആളുകൾക്ക് ഞാൻ കവിടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചുണ്ടത്ത് കൈവച്ചപ്പോൾ നിങ്ങൾ പല ആളുകളും ചുണ്ടിലേക്ക് കൈപോയി. ഒറ്റ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഇത് സംഭവിച്ചപ്പോഴാണെന്ന് അറിയാമോ? കൈ മറിച്ചപ്പോഴോ, കൈ ചൂണ്ടിയപ്പോഴോ, തലയിൽ വെച്ചപ്പോഴോ, ഈ ചുണ്ടത്ത് വെച്ചപ്പോഴോ ഒന്നും അല്ല തെറ്റ് സംഭവിച്ചത്. തെറ്റ് സംഭവിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, ഞാൻ പറയുന്നതേ ചെയ്യാവൂ. അത് മനസ്സിലാക്കില്ല. അവിടെയാണ് തെറ്റ് സംഭവിച്ചത്. ഞാൻ ചെയ്യുന്നത് ചെയ്യാനാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ചെയ്യാമോ? അപ്പൊ ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ കോടിയില്ല. അത് കോടിയില്ലാത്തതുകൊണ്ട് ഞാനിനെയും ആമിനാണേലും അറിയാമയാണേലും ഇല്ലാമയാണേലും തങ്കമ്മയാണെങ്കിലും അവസാനം തെറ്റ് സംഭവിക്കും. എക്സാം എഴുതുമ്പോൾ റീഡ് ഓൾ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 2 കാര്യം സംഭവിച്ചു കഴിഞ്ഞു. ഓട്ടോമാറ്റിക്കലി ടൈം മാനേജ്മെന്റ്. എനിക്കറിയാം, പെട്ടെന്ന് എഴുതാം. അതിനകത്ത് ഗ്രാഫുണ്ട്, ഒരു ഡയഗ്രാം വരയ്ക്കണം, സ്ട്രക്ചറൽ ആൻസർ. ഓക്കെ. ഒരു പാരഗ്രാഫാണ് അതിന്റെ ആൻസർ എഴുതുന്നത്. അല്ലെങ്കിൽ 2 ലൈൻ എഴുതിയാൽ മതി, അല്ലെങ്കിൽ 1 വേർഡ് ആണ്.
ഇതെല്ലാം നമ്മുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്കറിയില്ല, അപ്പോഴത്തേക്കും തൊട്ടടുത്തേക്കുന്ന ആൾ എല്ലാ ക്വസ്റ്റ്യനും വായിച്ചിട്ട് എഴുതാൻ തുടങ്ങി. നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആലോചിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എല്ലാം പൂർണ്ണമായി അറിയാവുന്ന ഒരാൾ പോലും എക്സാം എഴുതണമെന്നില്ല. ഒരു 70% അറിയാം, കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചറിയാം, കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. നമ്മളെ പോലെയാണ് അവരും. നമ്മൾ അവിടുന്ന് ടെൻസ്ഡായി അറിയാവുന്നത് കൂടി മറന്നുപോയില്ലോ. നന്നായി വായിക്കുക, അറിയാവുന്നത് അറിയാമെന്ന് മനസ്സിൽ വിചാരിക്കുക. കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ ആലോചിച്ചാൽ എഴുതാവുന്നതേ ഉള്ളൂ. ഇതിന് പറയുന്നത് നമ്മൾ മനസ്സിന് നമ്മൾ ബാലൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്ട്രക്ചറൽ ആൻസർ, മാനേജ് ടൈം, ഇതെല്ലാം ഇവിടെ നടക്കണം. പകുതി സമയമായി ടീച്ചർ ഇങ്ങനെ നോക്കിയാണ്. നോക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. ആദ്യത്തെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് പക്കയായി. അവിടെ നമ്മൾ കൂട്ടുകാരന് അറിയാവുന്നതെന്നോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അവരിങ്ങനെ എത്തി നോക്കി ചോദിക്കുന്നോ ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമ്മൾ കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നു, ക്വസ്റ്റ്യൻ വായിക്കുന്നു, എഴുതാൻ തുടങ്ങുന്നു. ഓക്കെ, എല്ലാം എഴുതി കഴിയുമ്പോൾ ടെൻഷൻ കൊണ്ട് വേർപ്പുണ്ടാകാം. അത് നമ്മുടെ ആൻസർ ഷീറ്റ് ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കർച്ചീഫ് കുറച്ച് മാറ്റിക്കണം. ഓക്കെ, നീറ്റായിരിക്കണം. നിങ്ങൾ ഒരു തവണ എഴുതി തെറ്റിപ്പോയി എന്ത് ചെയ്യും? പേപ്പർ കത്തിച്ചു കളയോ? എന്ത് ചെയ്യും? വെട്ടും. എത്ര വട്ടം വെട്ടും? ഒറ്റ വെട്ട വെട്ടാവും. അല്ലാതെ വലിയ കലാലയം ഉണ്ടാക്കാൻ പാടില്ല. ആൻസർ ഷീറ്റിൽ കിടവ് പിടിക്കാൻ പാടില്ല. ടീച്ചർ അറിയാം, അത് തെറ്റിപ്പോയി വിട്ടിട്ടുണ്ട്. നമ്മൾ ടീച്ചറിന് മനസ്സിലാകുമോ? നമ്മൾ ഇരുന്ന് വരച്ച് അവസാനം പേപ്പർ പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു പൊട്ട്, ഇത് നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പേപ്പറാണ്. നിങ്ങളുടെ ആൻസർ ഷീറ്റ് നീറ്റ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ഓവർ റൈറ്റിംഗ് സ്ക്രാച്ചിങ്ങൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഫുഡ് ഹാബിറ്റ്. പരീക്ഷ എഴുതുന്ന കുട്ടികൾ പരീക്ഷയുടെ തലേന്ന് കഴിക്കുന്ന ഭക്ഷണം പിറ്റേ ദിവസം പരീക്ഷ എഴുതി പേപ്പർ പിൻ ചെയ്യുമ്പോഴാണ് ദഹിക്കുന്നത് എന്നുള്ള സൂചന നമുക്ക് നൽകുന്നെങ്കിൽ അതിന്റെ തലമുറ 7 മണിക്ക് കൃത്യമായി നമ്മൾ ഓക്കെ ആയിരിക്കും. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നതിന് തലേ ദിവസങ്ങളിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ ബാധിക്കും. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വയറ്റിനകത്തൊരു ഉളുകുളു സൗണ്ട്, ദഹനക്കേട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ദഹിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. നമുക്ക് ആവശ്യമായ ഭക്ഷണം വീട്ടുകാർ ഉണ്ടാക്കി തരും, അത് നമ്മൾ കഴിക്കണമെന്നുള്ളതാണ്. ഓക്കെ, നന്നായി വെള്ളം കുടിക്കണം. ഓക്കെ, പരീക്ഷയാണല്ലോ എന്ന് വിചാരിച്ച് അപ്പനമ്മയും എല്ലാം ഉണ്ടാക്കി തരും, എല്ലാം നമ്മൾ കഴിക്കണ്ട. ഓക്കെ, ക്ഷീണം വരാം, ക്ഷീണം മാറ്റാൻ വേണ്ടി നമുക്ക് ആവശ്യമായ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കണം. പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് ക്ഷീണമായാലോ അങ്ങനെയുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കാതിരിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് കഴിയുമ്പോൾ ഒരു പടം കണ്ടുണ്ടോ? നിങ്ങളുടെ പണികളല്ല, നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ എക്സാം എഴുതുന്ന നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒരു എക്സാം അല്ല ജീവിതത്തിൽ ഇത് നിർണ്ണയിക്കാൻ പോകുന്നത്. നിങ്ങൾ നന്നായി പഠിക്കുന്നു, ഓക്കെ, പരീക്ഷ എഴുതുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം വേണം. എനിക്ക് എഴുതാൻ പറ്റും. ഇനി അഥവാ എഴുതാൻ പറ്റിയില്ലെങ്കിലും ഇനി എക്സാമുകൾ ജീവിതത്തിലുണ്ട്. നമ്മളെ തന്നെ ഒന്ന് ഞാൻ ഓക്കെയാണ് എന്നൊരു തോന്നലുണ്ടാക്കണം. അത് പറയുന്ന പേര് ഇമോഷണൽ ഇന്റലിജൻസ് എന്നാണ്. പക്ഷെ പല കുട്ടികൾക്കും അതില്ല. പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യം മറന്നുപോയി, പോയി. അമ്മ കടുത്ത് പറഞ്ഞു, നാളെ പരീക്ഷയാണ്, നോക്കണം, നടക്കാൻ ചടങ്ങാണ്, ഫോണും കണ്ടോണ്ട് നോക്കണം. നമുക്ക് അമ്മയോട് ദേഷ്യം, അതാരെടുക്കുന്നു ഫോൺ. അപ്പൊ അമ്മ പറയാ, പിന്നെ നമ്മളും അമ്മയും തമ്മിൽ രാജമണിക്കോ അമ്മ പഠിക്കാൻ പറഞ്ഞത് അമ്മയ്ക്ക് വേണ്ടിയാണോ? അമ്മയ്ക്കല്ല പരീക്ഷ, നമുക്കാണ് പരീക്ഷ. അപ്പൊ നമ്മൾ മനസ്സിൽ ബുദ്ധിയുള്ള കുട്ടികൾ വിചാരിക്കും, ഓക്കെ, മമ്മി പറഞ്ഞത് എനിക്ക് വേണ്ടിയാണ്, ഓക്കെ, ഞാൻ പഠിക്കാം. 5 മിനിറ്റോടൊപ്പം ചുമ്മാ വരുമോ? പഠിച്ചില്ലെങ്കിൽ മമ്മിയോട് മമ്മി പഠിച്ചാൽ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഒരു മൂഡ് പോകും. ഈ മൂഡ് പോകാതിരിക്കാൻ വേണ്ടി ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി ആവശ്യമാണ്. എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ ബുദ്ധി നിങ്ങൾക്ക് വേണം.
നിങ്ങൾക്ക് അക്കാഡമിക് ഇന്റലിജൻസ് ഉണ്ട്, ബുദ്ധിയുണ്ട്. അക്കാഡമിക് ഇന്റലിജൻസ് ഒരു കുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നിരാശപ്പെടുക, സങ്കടപ്പെടുക, ഇത് പാടില്ല. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ നിർത്തി വേണം പോകാൻ. ഓക്കെ, ഇമോഷണൽ ഇന്റലിജൻസ് വളരെ പ്രധാനമാണ്. ഇതില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത് വിഷാദം, സ്ട്രെസ് ഉണ്ടാകും. ഒരു പാത്രം വെള്ളത്തിൽ നിങ്ങളുടെ മുഖം കാണുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എപ്പോഴും അതിൽ കുറച്ച് കല്ലിട്ടാകുമ്പോൾ കാണുമോ? എപ്പോഴും കൈയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് നോക്കിയാൽ മുഖം കാണുമോ? ഇല്ല. എപ്പോഴാണ് മുഖം കാണുക? ഒരു പാത്രം വെള്ളം എടുത്ത് വെച്ചിട്ട് അത് ശാന്തമായി നിൽക്കുമ്പോൾ നമ്മൾ അതിലേക്ക് നോക്കി നമ്മുടെ മുഖം കാണും എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആദ്യം മനസ്സ് ശാന്തമാകണം. അപ്പൊ സ്ട്രെസ് ഒഴിവാക്കാൻ ചില കാര്യങ്ങളുണ്ട്, ഇതിലൂടെ പറഞ്ഞ അവസാനിപ്പിക്കും കേട്ടോ. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഉറങ്ങുക എന്നുള്ളതാണ്. എവിടെ ഇരുന്ന് പള്ളിയിൽ അച്ഛൻ കുർബാന ചെല്ലുമ്പോൾ ഉറങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും ഉറങ്ങണം. പഠിച്ചു കഴിഞ്ഞ് ആവശ്യമായ സമയം വരുമ്പോൾ ഉറങ്ങണം. ഉറക്കം വരുമ്പോൾ പോയി കിടക്കണം. അല്ലാതെ അന്നായി ഉറങ്ങിയേക്കാം എന്ന് വിചാരിച്ച് അവിടെ പോയി അരമണിക്കൂർ ചുമ്മാതെ കാറ്റിറങ്ങുന്നത് നോക്കി കിടക്കരുത്. നിങ്ങൾക്ക് ഉറക്കം വരുന്നു, ഓക്കെ, ഞാൻ പോയി കിടക്കുന്നു, ഉറങ്ങുന്നു. നല്ല ഉറക്കം ആവശ്യമാണ്. ഉറക്കമില്ലായെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര മാനസിക വിഷയമാകും. ഓക്കെ, ഇന്ന് രാത്രി 12 മണി വരെ ഇന്ന് പഠിക്കുന്നു, നാളെ പഠിക്കുന്നു, പക്ഷെ നാളെ ഇന്ന് പഠിക്കില്ല. അപ്പൊ അതുകൊണ്ട് എക്സാമിനർ എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മതിയായ ഉറക്കമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുവഴി നമ്മൾ ഗൂഗിളിലേക്ക് പോകരുത്. എന്നിട്ട് നമ്മൾ ഗൂഗിളിലേക്ക് റെഡിറ്റ് എടുത്താൽ നമ്മൾ അതുകൊണ്ടാണ് പോകും. ഓക്കെ, അപ്പൊ നല്ല ഉറക്കം കിട്ടുക. പിന്നെ രാവിലെ ഉണരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഉറങ്ങിയല്ലോ, രാവിലെ ഉണരുമ്പോൾ എന്ത് ചെയ്യണം? ഉണരുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? ബ്രഷ് നാളെ ബ്രഷ് ചെയ്യാൻ പാടില്ല. ഉണരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കരുത്. നമ്മളെല്ലാവരും ഞാൻ പറയാം എന്താ ചെയ്യാൻ പോകുന്നത്. രാവിലെ അമ്മ രാവിലെ വിളിക്കണേ. രാവിലെ എത്ര മണിക്ക് വിളിക്കണം? പോലെ 5 മണിക്ക് പഠിക്കണം. 4:50 വിളിച്ചോളൂ. അമ്മ 4 എഴുന്നേറ്റ് 4:39 നോക്കിയിരിക്കാണ്. 40 വരുമ്പം പോരേട്ടാ. അപ്പം 4:50 പോയി 5 ആയി. 5 മണിക്ക് ഇതാ അവസാനം 5:05 നമ്മൾ ഉണർന്നു. ഉണർന്നാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചു. ഉണർന്നാൽ അല്ല നിൽക്കല്ല, പ്രാർത്ഥിക്കല്ല, ഉണർന്നാൽ എഴുന്നേൽക്കണം. ഉണർന്നാൽ എഴുന്നേൽക്കണം. അല്ലാതെ നമ്മൾ രാവിലെ പഠിക്കാൻ വേണ്ടി ഉണർന്നു. ഉണരാൻ 2 മണിക്കൂർ, പിന്നെ കുട്ടി എഴുന്നേൽപ്പിക്കാൻ അടുത്ത 1/2 മണിക്കൂർ. പിന്നുള്ള പ്രയത്നം എന്താണ്? സ്കൂളിൽ വിടാനാണ്. രാവിലത്തെ പഠനം നടന്നില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കണം, രാത്രി ഞാൻ ഉറങ്ങി, രാവിലെ ഉണർന്നു, എഴുന്നേറ്റു, പിന്നെ പല്ലിലേക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് പഠിക്കാതിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച എന്താ? സോപ്പ്. യൂസ് സോപ്പ് ആൻഡ് സ്ലീപ് വെൽ. എന്താണ് സോപ്പ്? അപ്പൊ പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് സൺഡേ സ്കൂൾ എല്ലാവർക്കും ഒരു സോപ്പ് നൽകും. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഒരു സോപ്പ് നൽകും. ആ സോപ്പ് 4 കട്ട് ചെയ്ത് ഒരു ഭാഗം രാത്രി ഉറങ്ങുന്നവർക്ക് കഴിക്കണം. എന്നിട്ട് കിടന്ന് ഉറങ്ങിക്കണം. എന്താണ് സോപ്പ്? സ്ലീപ് only after prayer. ഇല്ല എങ്കിൽ സിഗ്നലിൽ നമ്മൾ പള്ളിയിലേക്ക് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു. രാത്രിയാണ്, ഉറങ്ങുമ്പോൾ കാണുന്നതാണ്. റോഡ് ക്രോസ് ചെയ്ത് പെട്ടെന്ന് ഒരു വണ്ടി നിൽക്കുന്നു, ചാടി എഴുന്നേൽക്കുന്നു. അമ്മ എന്താ പോലെ ഇല്ല, സ്വപ്നം കണ്ടതാണ്. ആരാണ് സ്വപ്നം കാണുന്നത്? രാത്രി സോപ്പ് കഴിക്കാൻ ഉറങ്ങുന്നവരാണ്. പരീക്ഷിക്കുന്ന കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഉറങ്ങാതെ നമ്മൾ പ്രാർത്ഥിക്കണം. സോൾവ് പ്രോബ്ലം, വിഷയങ്ങളുണ്ട്, പഠിച്ചില്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ പരിഹരിക്കണം. ആരോട്? പേരൻസിനോടൊക്കെ പറഞ്ഞ് പരിഹരിക്കണം. കമ്പാരിസൺ മിടുക്കലുണ്ട്, മണ്ടലുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഒരു കമ്പാരിസൺ ഇനി വേണ്ട. നിങ്ങൾ പഠിക്കാനുള്ളത് നന്നായി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരുന്നത് അറിയാമോ? നിങ്ങളുടെ ഒഴിവാക്കി മുന്നോട്ട് പോകാം. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഓക്കെ, പറയാത്തതിന്റെ കാരണം നിങ്ങൾ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാത്തതാണ് നമുക്കറിയാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അവസാനിപ്പിക്കാറ്. എക്സാം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഗതിയെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം മാത്രമാണ്. നിങ്ങളുടെ പേരൻസ് വിജയിച്ച് മറ്റുള്ളവർ നിങ്ങളെ പള്ളിയിൽ വെച്ച് അച്ഛൻ പറയുന്നു, നമ്മുടെ 10ാം ക്ലാസ് എഴുതിയ 15 കുട്ടികൾ 15 പേര് പാസ്സായി എന്ന് പറയുമ്പോൾ ആളുകൾ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും. ഈ കൈയടി കേൾക്കുന്നത് ആരാണെന്ന് അറിയാമോ?
ഈ കയ്യിൽ സന്തോഷിക്കുന്ന നിങ്ങളുടെ പേരൻസ് ആണ്. അവർ എന്റെ മോൾ ജയിച്ചു, എന്റെ മോൾ നല്ല മാർക്കോടുകൂടി അല്ലെങ്കിൽ അങ്ങനെ നല്ല കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് അവാർഡ് കിട്ടുമ്പോൾ ഞാൻ ആദ്യം പടം കാണിച്ചില്ലേ, എന്തായാലും പടം അപ്പയുടെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ തൂങ്ങി നമ്മൾ നടക്കുന്ന ഒരു പടം. അത് കഴിഞ്ഞ് അപ്പ അല്ലെങ്കിൽ അമ്മ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നൊരു ചിത്രം. അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ പോയി 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 അവസാനം അവർ ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം വളർന്ന എന്റെ മോൾ അവൾ വിജയിച്ചു എന്ന് പറയുന്ന ആ ഒരു സന്ദർഭമാണ് മാതാപിതാക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അത് കഴിഞ്ഞ് നിങ്ങൾ ജോലി കിട്ടി, കാനഡയിൽ പോയി വിളിച്ചു, അയച്ചു. എന്തയച്ചാൽ പണമല്ല, മെസ്സേജ് അയച്ചൊന്നും അയക്കത്തില്ല, നമുക്കറിയാം. വീഡിയോ കോൾ വിളിച്ചു, ആരെ പേരൻസിനെ, അല്ലാതെ വിളിക്കൊന്നുമില്ല. ഓക്കെ, അവർ ആഗ്രഹിക്കുന്ന നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് ആളുകൾ നിങ്ങൾക്ക് വേണ്ടി കൈയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പ്രിയ മക്കളെ, നന്നായി പഠിക്കണം, സ്മാർട്ടായിട്ട് പഠിക്കണം. എന്താണ് പഠിക്കുന്നത്, എങ്ങനെ പഠിക്കണം, എന്നെ കൊണ്ടത് പറ്റും, റെലവന്റ് ആയിരിക്കണം, സമയബന്ധിതമായി പഠിക്കണം. സ്റ്റഡി മൾട്ടിപ്പിൾ സബ്ജക്ട്സ്, എല്ലാ വിഷയങ്ങളും പഠിക്കണം. ബ്രെയിൻ ഇപ്പോൾ വളരണം. റൈറ്റും ലെഫ്റ്റും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞ് അങ്ങനെ പഠിക്കണം. മെമ്മറി ടെക്നിക്സ്, റിവൈസ്, റീറൈറ്റ്, റീവിസിറ്റ്. അപ്പൊ എക്സാമിന് വേണ്ടി പോകുമ്പോൾ ഓർമ്മ വെച്ച കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിച്ച് ആൻസറിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കി ടൈം മാനേജ്മെന്റ് നമ്മുടെ മനസ്സിൽ ആ സമയബന്ധിതമായി നല്ല നീറ്റായിട്ട് മനസ്സിനെ ഒരു പിരിമുറുക്കവുമില്ലാതെ ഭംഗിയായി പരീക്ഷ എഴുതണം. ഇതിനെ കുറച്ച് സമയം അവധിയുണ്ട്. ആ സമയത്ത് ജയത്തെ പറ്റിയോ പരാജയത്തെ പറ്റിയോ ആലോചിക്കുകയും ചെയ്യുന്നു. ആരാണ് യഥാർത്ഥ വിജയി എന്നറിയാമോ? ഒരിക്കലും തോൽക്കാത്തവരല്ല വിജയി. തോറ്റാൽ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ വിജയി. ആടിയുന്ന മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി ഒരിക്കലും പേടിക്കില്ല. മരം ഇങ്ങനെ ആടും, താഴെപ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്, ഒടിഞ്ഞു വീഴുമോ? പക്ഷിക്ക് പേടിയില്ല. എന്താണെന്നറിയാമോ? പക്ഷിക്കറിയാം ഈ മരം ഒടിഞ്ഞു വീണാലും എനിക്ക് പറന്നു പോകാനുണ്ട്. അവരവരുടെ ചെറുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള കഴിവ്, ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള സമയം, ആരോഗ്യം, ഇത് ഭംഗിയായി ഉപയോഗിക്കുന്നവരാണ് വിജയിക്കുക. അല്ലാതെ എന്നിൽ വിശ്വാസമില്ലാതെ ഞാൻ വിജയിക്കുമോ, എനിക്ക് പറ്റുമോ, ഈ തോന്നലൊന്നും വേണ്ട. നമുക്ക് എല്ലാവർക്കും പറ്റും. ഈ ഒരു വിചാരത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. അങ്ങനെ ഒരു വിചാരത്തോടുകൂടി നിങ്ങൾ പ്രയത്നിച്ചാൽ വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുക, ദൈവം പാതി നാം പാതി. അവസാനിപ്പിക്കട്ടെ. ഒരു വലിയ പാൽ ഭരണിയിൽ രണ്ട് തവളകൾ വീഴും. ഒന്ന് വണ്ണമുള്ള തവള, ഒന്ന് വലിയ തവള. തവള ഇങ്ങനെ ഭരണിക്കകത്തു ഇങ്ങനെ മുന്നോട്ട് ചാടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കാറ്റിയായിട്ടുള്ള തവള പറഞ്ഞു, ഞാൻ നിർത്തുക, എനിക്ക് പറ്റില്ല. ദൈവം പോലും നമ്മളെ കൈവിട്ടു. അവൻ ചാട്ടമൊക്കെ നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആ പാൽഭരണിയുടെ താഴേക്ക് പോയി ചത്തുപോയി. അപ്പൊ ഈ തവളകൾ രണ്ട് കൈയും കാലും ഇട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചാടുക, മുകളോട്ട് ചാടാൻ ശ്രമിക്കുക. അപ്പോൾ പാലിനകത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പാലിനകത്ത് ഇങ്ങനെ കൈയും കാലും കഴിച്ചപ്പോൾ അതിൽ നിന്ന് വെള്ളം പൊങ്ങിയുള്ളൂ. അപ്പൊ ഒരു തവണ അപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ പൊങ്ങി വന്ന വെണ്ണയുടെ മുകളിൽ കയറി നിന്നിട്ട് ഒരു ചാട്ടം കഴിഞ്ഞു. അവൻ ഭരണിക്ക് പുറത്തു വന്നു. അവിടെയാണ് നമ്മൾ പറയുക, നാം പാതി ദൈവം പാതി. അല്ലാതെ എപ്പോഴും അച്ഛൻ നാളെ പരീക്ഷയായി ഈ പേരെ ഒന്ന് പ്രാർത്ഥിച്ചു തരാമോ? അച്ഛൻ പ്രാർത്ഥിക്കും, പാതി മാത്രമേ ഉള്ളൂ ദൈവം. പരീക്ഷയ്ക്ക് പേരോ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമോ, വിജയിക്കുമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രമോ വിജയിക്കില്ല. എന്ത് വേണം? നന്നായി പ്രിപ്പയർ ചെയ്യണം, നന്നായി പ്രാക്ടീസ് ചെയ്യണം. മറ്റേ മന്ത്രം മറന്നു പോകാതെ ജീവിതത്തിൽ കൊണ്ടുവരണം. എന്താണ് ആ മന്ത്രം? റിവൈസ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ വിജയിക്കും. നാളെ നമ്മുടെ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ മുടിവെച്ച കാലിൽ പാടി പറന്നു പോകും, ഇല്ലേ? നിങ്ങൾ അവിടെ നിന്ന് സെക്കൻഡ് ഗേറ്റിന് മുന്നിൽ നാളെ വിളിക്കും. നിങ്ങൾ ഇങ്ങനെ എയർപോർട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾ പോകും. എവിടേക്ക്? കാനഡ, സിംഗപ്പൂർ, മലേഷ്യ ഒക്കെ പോകും. സ്വപ്നം കാണുക മാത്രമല്ല, യാഥാർത്ഥ്യമാകണം. അതിന് സന്ദേശം നിങ്ങളെ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ പെട്ടെന്നാണ് നമ്മൾ പോയതല്ലേ? വളരെ പെട്ടെന്നാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടുകൂടിയാണ് ഇരുന്നത്. നിങ്ങളെക്കാളും ശ്രദ്ധിച്ചാണ് നിങ്ങളുടെ പേരൻസ് ഇരുന്നത്. അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവരാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് എന്നൊരു വിചാരിച്ചിട്ടുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളെ പോലെ വീട്ടിൽ സ്ട്രെസ് അനുഭവിക്കുന്ന പേരൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആദ്യം പോയി അപ്പ
എക്സാമിന് പോകണം കേട്ടോ, ടെൻഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകണം. കാരണം എന്താണെന്ന് അറിയാമോ, അവരുടെ മുഖത്താണ് നമുക്ക് എഴുതണം കേട്ടോ. ഓക്കെ, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ വല്ലാതെ വിഷമിക്കും. അവർ നല്ലവരെ എഴുതിക്കോളും. പ്രാർത്ഥിച്ചിട്ട് പോയി വന്നേ, ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? നല്ലൊരു പ്രാർത്ഥിച്ച പരീക്ഷയ്ക്ക് പോലെ കൊച്ചിന് പ്രാർത്ഥിക്കും. ഈ കൊച്ചിന് പോയിട്ട് പ്രാർത്ഥിക്കും. സോക്സൊക്കെ വലിച്ചു കയറ്റിയിട്ട് കുറച്ച് അഭിപ്രായം പോയി. നമ്മൾ ഒരു ടെൻഷൻ അവരെ എടുപ്പിക്കണ്ട. അവർ ഈശ്വര വിചാരത്തോടെ പോയി പരീക്ഷ എഴുതട്ടെ, നല്ല മാർക്ക് നേടട്ടെ, ജീവിതത്തിൽ ഉന്നതികൾ എത്തട്ടെ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നന്ദി പറയാൻ വേണ്ടിയിരിക്കുകയാണ്. ശരി, ഓക്കെ, നന്ദി പറയാൻ